നിങ്ങളോടൊപ്പം കർത്താവിനെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ എനിക്കിന്ന് ലഭിക്കുന്ന ഈ വിലപ്പെട്ട അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവദാസൻ, ഞാന് ക്രിസ്തുവിൽ എന്റെ ജ്യേഷ്ഠ സഹോദരനായി കണക്കാക്കുന്ന പ്രിയ ബ്ലെസൻ പാസ്റ്റർ കുടുംബം നിങ്ങളോട് ഒരുമിച്ച് ഈ വെള്ളിയാഴ്ച ദിവസം കർത്തൃ ദിവസത്തിലായിരിക്കുന്നതിൽ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നു. കർത്താവ് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മളോട് സംസാരിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് ആവശ്യം, യഥാർത്ഥമായി നമുക്ക് ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ വചനത്തിന്റെ നിർമ്മല ഉപദേശങ്ങളാണ് നമ്മൾക്ക് ആവശ്യം. കുറെ കൂടെ പ്രസംഗകരെ അല്ല ഈ കാലഘട്ടത്തിന് ആവശ്യം. കലയുള്ള പ്രാസം ഒപ്പിച്ച് പ്രസംഗിക്കുന്ന, സ്റ്റേജിൽ അവരുടെ മഹിമ കാണിക്കുന്ന അങ്ങനെയുള്ളവരെ അല്ല ഈ കാലഘട്ടത്തിന് ആവശ്യം. വിശ്വാസികൾ എങ്ങനെയുള്ള വിശ്വാസികളാന്ന് ചോദിച്ചാൽ ക്രിസ്തുവിൽ, കൊലോസ്യ ലേഖനത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അടിയുറച്ച് വേരുറച്ച്, ക്രിസ്തുവിൽ വേരുറച്ച് തഴച്ചു വളരുന്ന വിശ്വാസികളെയാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം. അങ്ങനെയുള്ള കർത്താവിന്റെ ദാസന്മാരെയാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം. അപ്പൊ അങ്ങനെയുള്ള ആത്മീക ആ പക്വതയിലേക്കും യഥാർത്ഥ ആത്മീയതയിലേക്കും, ഉപരിവിപ്ലവ തലത്തിലുള്ള ആത്മീയതയല്ല, യഥാർത്ഥമായിട്ടുള്ള കർത്താവ് നമ്മളെ ഉദ്ദേശിക്കുന്ന പോലുള്ള ആത്മീയതയിലേക്ക് നടന്നു വരുവാൻ കർത്താവ് നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ വചനത്തിലൂടെ മാത്രമേ അങ്ങനെയുള്ള ക്രിസ്തുവിന്റെ പക്വതയും ക്രിസ്തുവിനെ പോലെ ആകുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വരികയുള്ളൂ. വചനം വിട്ടുള്ള എല്ലാ കാര്യങ്ങളും അത് എത്ര മാത്രം ആകർഷകമെന്ന് തോന്നിയാലും അതിന് എന്തോ ഒരു കുറവുണ്ട്. അത് ക്രിസ്തുവിന്റെ തലയോളം വളരുവാൻ നമ്മളെ സഹായിക്കില്ല എന്ന് ഞാൻ വളരെ സ്ട്രോങ് ആയി ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കുന്നു. ഈ ദിവസങ്ങളിൽ ഞാൻ ചിന്തിച്ചുകൊണ്ടും ധ്യാനിച്ചുകൊണ്ടും ഇരിക്കുന്ന ഒരു ലേഖനമാണ് 2 കൊരിന്ത്യർ ലേഖനം. 2 കൊരിന്ത്യർ ലേഖനം 13-ാമത്തെ അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. 2 കൊരിന്ത്യർ ലേഖനം 13-ാമത്തെ അധ്യായം, അതിന്റെ 5, 6, 7 വാക്യങ്ങളാണ് വായിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നത്. ഞാനത് വായിക്കുന്നു. എല്ലാവരും ബൈബിൾ തുറന്ന് ആ ഭാഗങ്ങൾ നോക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. 13-ാമത്തെ അധ്യായം 5, 6, 7 വാക്യങ്ങൾ. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നുവല്ലോ. ഞങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് നിങ്ങൾ അറിയും എന്ന് ഞാൻ ആശിക്കുന്നു. നിങ്ങൾ ഒരു ദോഷവും ചെയ്യാതിരിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കൊള്ളാകുന്നവരായി തോന്നേണ്ടതിനല്ല, ഞങ്ങൾ കൊള്ളരുതാത്തവർ എന്ന പോലെ ഇരുന്നാലും നിങ്ങൾ നന്മ ചെയ്യേണ്ടതിനത്രേ. വാക്യം ഞാൻ വായിച്ചെങ്കിലും നിങ്ങൾക്കറിയാം, ഇത് ഒറ്റ വാക്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന വാക്യങ്ങളല്ല. കാരണം പല പ്രാവശ്യം കൊള്ളരുതാത്തവർ, കൊള്ളാവുന്നവർ, കൊള്ളരുതാത്തവർ, ഇതെന്താ ഇത്? വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ അപൂർവമായിട്ട് ഈ ഭാഗത്തിൽ നിന്നും ദൈവവചന ചിന്തകൾ കേട്ടിട്ടുള്ളൂ. നമ്മൾ സാധാരണഗതിയിൽ കേൾപ്പാൻ ആഗ്രഹിക്കുന്നത് കർത്താവ് നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരുന്ന ആ ഒരു കാര്യങ്ങളാണ് നമുക്ക് കേൾപ്പാൻ ആഗ്രഹം. എന്നാൽ ഈ വചനഭാഗങ്ങൾ എന്നെ വളരെയധികം ചിന്തിപ്പിക്കുന്നു. എന്തെന്ന് ചോദിച്ചാൽ 5-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. ശോധനയ്ക്ക് വേറൊരു വാക്ക് കൊടുത്തിട്ട് പറയുക, നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ. പരീക്ഷിക്കുക, ശോധന ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരേ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന 2 വാക്കുകളാണ് അവിടെ. ഇത് ആരോടാ ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ അതാണ് എന്നെ ഒന്നാമത് അതിശയപ്പെടുത്തുന്നത്. നിങ്ങൾ വിശ്വാസത്തിലാണോ എന്ന് ശോധന ചെയ്യണം, നിങ്ങളെ തന്നെ പരീക്ഷിക്കണം. ആരോടാണ് ഇത് ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ വിശ്വാസത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്തവണ്ണം ആത്മീക അനുഭൂതിയുള്ള ഒരു സഭയാണ് കൊരിന്ത് സഭ. കൊരിന്ത് സഭയിൽ നിങ്ങൾ ഒരു വെള്ളിയാഴ്ച അറ്റൻഡ് ചെയ്യാൻ പോയാൽ, ഞാനൊരു വെള്ളിയാഴ്ച അറ്റൻഡ് ചെയ്യാൻ പോയാൽ നമ്മൾ അതിശയിക്കും. കാരണം അവിടെയുള്ള പാട്ട്, അവിടെയുള്ള അന്യഭാഷകൾ, അവിടെയുള്ള പ്രവചന ദൂതുകൾ, പൗലോസ് പറയുന്ന പ്രവചന പരത്തുള്ള ബന്ധത്തിൽ പറയുന്നത്, നിങ്ങളിൽ ബി കൺസിഡറേറ്റ് വെൻ യു പ്രൊഫസൈ, ഗിവ് ചാൻസ് ടു അതർ പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് 2-3 പേര് ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് പ്രവചിക്കുന്ന അവസ്ഥ. ഞാൻ എന്റെ കൊച്ചുനാളിൽ ഓർക്കുന്നു, ഞങ്ങളുടെ ഐരൂർ ചർച്ചിൽ, ഐരൂർ എന്ന ഗ്രാമത്തിലുള്ള അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിൽ
പലപ്പോഴും അങ്ങനെയുള്ള അനുഭവങ്ങൾ ഞാൻ കൊച്ചിലെ ഓർക്കുന്നു. പ്രവചന ദൂതുമായി ഒരേ സമയം 2-3 പേര് എഴുന്നേൽക്കുന്നു. സഭാ ശുശ്രൂഷകനായ അന്നിരുന്ന കർത്താവിന്റെ ദാസന് നിയന്ത്രിക്കേണ്ട വന്നു. അടുത്ത ഒരാൾ സംസാരിക്കട്ടെ, എന്നിട്ട് അടുത്ത ആള് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള സ്പിരിറ്റ് ഫിൽഡ് കമ്മ്യൂണിറ്റിയുടെ മാർക്സും ഇവർക്കുണ്ട്. രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ 2 കൈയും പൊക്കി പറയും യെസ് ഓഫ് കോഴ്സ്. ആരാ നിങ്ങളുടെ പാസ്റ്റർ എന്ന് ചോദിച്ചാൽ അവർ പറയും അപ്പോസ്തലനായ പൗലോസാ ഞങ്ങളുടെ ഫൗണ്ടിങ് പാസ്റ്റർ. നിങ്ങൾ അന്യഭാഷ ലഭിച്ചിട്ടുണ്ടോ? ഓഫ് കോഴ്സ്. ഞങ്ങള് ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കുന്നവർ, ആത്മാവിൽ പാടുന്നവർ, അന്യഭാഷ മാത്രമല്ല വ്യാഖ്യാനവും ഉള്ളവർ. ഇങ്ങനെ എന്താണ് നമുക്ക് ഇന്നത്തെ പ്രാർത്ഥനാ വിഷയമായി, ആത്മീക പ്രാർത്ഥനാ വിഷയമെന്ന് നമ്മൾ കരുതുന്ന എല്ലാം ഇവർക്ക് ആൻസേർഡ് ആണ്. ഇവർക്ക് ആ രീതിയിൽ ഒന്നിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. കാരണം ഈവൻ വചന പരിജ്ഞാനം, ഇന്നത്തെ ഞാൻ തുടക്കത്തിൽ ഓർപ്പിച്ച പോലെ നമുക്ക് ആവശ്യം പ്രാസോപ്പിച്ചുള്ള പ്രസംഗമല്ല, വചനത്തിന്റെ ശുശ്രൂഷയാണെന്ന് ഞാൻ പറയുമ്പോ ഇവരെ കുറിച്ച് 1 കൊരിന്ത്യർ 1-7 വാക്യത്തിൽ പറയുന്നത് വചന പരിജ്ഞാനത്തിൽ ഇവർ സമ്പന്നരാണ്. They are rich in God's word. അപ്പൊ ഈ ഒരു സഭയിൽ ശുശ്രൂഷിക്കാൻ ചെല്ലുന്നത് തന്നെ, ഇപ്പൊ ഞാൻ ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ചില ശുശ്രൂഷകന്മാരെ ചില സഭകളിൽ ശുശ്രൂഷിക്കാൻ വരുമ്പോ അവർ പറയും ഐ നീഡ് മോർ ടൈം, കുറച്ചുകൂടെ എനിക്ക് സമയം തരണം, കാരണം മറ്റു പലയിടത്തും ശുശ്രൂഷിക്കുന്ന പോലെ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിക്കാൻ ഒക്കത്തില്ല, കുറച്ചുകൂടെ ഒന്ന് വചനം പഠിക്കുകയും നിയോഗമൊക്കെ ഏറ്റെടുക്കുകയും ചെയ്യണമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. കൊരിന്ത് സഭയിൽ ഗസ്റ്റ് പാസ്റ്ററായി പോവുക എന്ന് പറയുന്നത് അതൊരു നൈറ്റ് മെയർ പോലെ ആയിരിക്കും ശുശ്രൂഷകന്മാർ. കാരണം ഇവർക്ക് വചനമുണ്ട്, ഇവർക്ക് ദൂതുണ്ട്, ഇവരെല്ലാവരെയും ശുശ്രൂഷപരമായി എല്ലാം വിവേചിക്കുന്ന, ഇനിയും പൗലോസിനെ പോലെ ഒരു പാസ്റ്ററെ നമുക്ക് ചിന്തിക്കാൻ ഒക്കത്തില്ല, എല്ലാ രീതിയിലും കറതീർന്ന ഉപദേശം കിട്ടിയ സഭ. അവരോടാണ് ഈ പറയുന്നത് 13:5 നിങ്ങൾ വിശ്വാസത്തിലാണോ എന്ന് ശോധന ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ 21-ാം നൂറ്റാണ്ടിൽ എത്ര അധികം, ഇന്നത്തെ വെള്ളിയാഴ്ച ദിവസം ഞാൻ വിശ്വസിക്കുന്നത് ഇത് യാദൃശ്ചികമായി സംഭവിച്ചൊന്നുമല്ല. നിങ്ങൾ ഈ സമയം ഇതിനകത്ത് ലോഗിൻ ചെയ്യാനും കർത്താവിന്റെ ദാസൻ എന്നെ ക്ഷണിക്കുവാനും നമ്മൾ ഒരുമിച്ച് ഈ 13-ാം അധ്യായത്തിലേക്ക് ശ്രദ്ധ തിരിപ്പാനും ഇതൊന്നും യാദൃശ്ചികമായി അങ്ങനെ സംഭവിച്ചതല്ല. കർത്താവ് അനുവദിച്ച് ദൈവം നമുക്ക് ഒരുമിച്ച് തരുന്ന, നിങ്ങൾക്ക് മാത്രമല്ല എനിക്കും തരുന്ന ഒരു അവസരമായത് എന്നെ ശോധന ചെയ്യുവാൻ, നമ്മളെ ഓരോരുത്തരെയും ശോധന ചെയ്യുവാൻ. ഇവർക്ക് പറ്റിയ ആ ഒരു അബദ്ധം എന്താന്ന് ചോദിച്ചാൽ, ഇത് ഇന്ന് പലർക്കും പറ്റുന്നു. ഞാൻ മുമ്പേ ഓർപ്പിച്ച പോലെ ഒറ്റ വായനയിൽ അത് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാ വളരെ ശാന്തമായി എനിക്ക് നിങ്ങളെ അത് കാണിക്കാനുണ്ട്. ഇവർക്ക് പറ്റിയ അബദ്ധം എന്താ? ഇവർ സഭയിൽ വരാത്തതാണോ ഇവർക്ക് പറ്റിയ അബദ്ധം? അല്ല. ഇവര് വെള്ളിയാഴ്ച ദിവസത്തിന് 10 മണിക്കാണെങ്കിൽ 9:50 ഇവര് പ്രസന്റാ. ഇനി സഭ കഴിഞ്ഞിട്ടുള്ള കൂട്ടായ്മയാണോ പ്രശ്നം? അതുമല്ല. ഇവര് സഭ കഴിഞ്ഞുള്ള കൂട്ടായ്മയുണ്ട്. കർത്തൃമേശയില്ലെന്നുള്ളതാണോ പ്രശ്നം? അതല്ല. കർത്തൃമേശയുണ്ട് ഇവരുടെ ഇടയിൽ. എന്താ പ്രശ്നം? എന്തുകൊണ്ടാ പൗലോസ് പറയുന്നത് നിങ്ങൾ വിശ്വാസത്തിൽ തന്നെയാണോ എന്ന് പരീക്ഷിക്കണം. ടെസ്റ്റ് യുവർ സെൽഫ്. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക. എക്സാമിൻ എന്നൊരു പദം പറഞ്ഞിട്ട് അടുത്ത പദത്തിൽ പറയാ ടെസ്റ്റ്. ഇത് ആർക്കും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനൊക്കത്തില്ല, എനിക്ക് വേണ്ടി വേറെ ആർക്കും ഇത് ചെയ്യാനൊക്കത്തില്ല. ഐ ഹാവ് ടു ടെസ്റ്റ് മൈസെൽഫ്. എന്നെ കേൾക്കുന്ന നിങ്ങൾ എല്ലാവരും നിങ്ങളെ തന്നെ, നിങ്ങളുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആർക്ക് ഇത് ചെയ്യാനൊക്കത്തില്ല. നമ്മൾ വിശ്വാസത്തിലാണോ എന്ന് ശോധന ചെയ്യണം. അപ്പൊ പിന്നെയും ഒരു പ്രീ കൺസെപ്ഷൻ വരരുത്. എന്തായി പറയുന്നത്? വിശ്വാസികളോടാണ് ഈ പറയുന്നത്, വിശ്വാസത്തിലാണോ എന്ന് ശോധന ചെയ്യുന്നത്. നമ്മളെക്കാട്ടിലൊക്കെ ഒരുപാട് ഹയർ ലെവലിൽ നിൽക്കുന്നവരാണ് കൊരിന്ത് ആൾക്കാർ വിശ്വാസത്തിൽ, അവരുടെ വിശ്വാസ ക്രിസ്തീയ ജീവിതത്തിൽ. എന്താ ഇവർക്ക് പറ്റിയ അബദ്ധം ചോദിച്ചാൽ, ആ 6-ാമത്തെ വാക്യം നോക്കിയേ. 6-ാമത്തെ വാക്യത്തിൽ ഒരു ഹിന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. 6-ാമത്തെ വാക്യം, ഞങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് നിങ്ങൾ അറിയും. എന്താണെന്നറിയാം ഇവർക്ക് പറ്റിയ പ്രശ്നം? ഇവർ അപ്പോസ്തലന്മാരെ ഇപ്പൊ നോക്കുന്നത് ദേ ആർ നോട്ട് ഗുഡ്, അവര് കൊള്ളരുതാത്തവരാണെന്നാ നോക്കുന്നത്. അവർക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്നാ ഇപ്പൊ ഇവര് നോക്കുന്നത്. അയ്യോ, എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. നമ്മൾ ചോദിക്കുക, എങ്ങനെയാ നിങ്ങൾ വിശ്വാസത്തിൽ വന്നേ? വിശ്വാസത്തിൽ വന്ന പൗലോസിന്റെ ശുശ്രൂഷയിലൂടെ. ഇപ്പൊ പൗലോസിനെ നിങ്ങൾ എങ്ങനെയാ കാണുന്നത്? ഹി ഈസ് നോട്ട് ആൻ അനോയിന്റഡ് മാൻ. പൗലോസിന് അഭിഷേകമൊന്നുമില്ല. അതാണ് ഇവിടെ കാണുന്നത്. പൗലോസ് പറയുക 6-ാമത്തെ വാക്യത്തിൽ, ഞങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങളോട് സത്യം ഉപദേശിച്ചു തന്ന, നിങ്ങളെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന, നിങ്ങൾക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിച്ച ഞങ്ങൾ
കൊള്ളരുതാത്തവർ അല്ല എന്ന് നിങ്ങൾ അറിയുമെന്നായ ഞങ്ങളുടെ പ്രതീക്ഷ. ഇന്ന് നിങ്ങൾ ഓർക്കുന്നത് വി ആർ നോട്ട് ഗുഡ്, ഞങ്ങൾക്ക് കൃപയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. ഇംഗ്ലീഷിൽ പറയുന്ന, ഇംഗ്ലീഷൂടെ വായിക്കാം, നിങ്ങൾക്ക് ചിലർക്ക് ഇംഗ്ലീഷ് ആയിരിക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ. ഇംഗ്ലീഷൂടെ വായിക്കട്ടെ. ആൻഡ് ഐ ട്രസ്റ്റ് ദാറ്റ് യു വിൽ ഡിസ്കവർ, ഇന്ന് നിങ്ങൾക്ക് അത് അറിയത്തില്ല, യു വിൽ ഡിസ്കവർ ദാറ്റ് വി ഹാവ് നോട്ട് ഫെയിൽഡ് ദ ടെസ്റ്റ്. ഈ കൊരിന്ത ആൾക്കാരുടെ ദൃഷ്ടിയിൽ പൗലോസ് തോറ്റിരിക്കുക, പൗലോസിന് കൃപ നഷ്ടപ്പെട്ടിരിക്കുക, അഭിഷേകം നഷ്ടപ്പെട്ടിരിക്കുക. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഒരു കാര്യം ഇവിടെയുണ്ട്, നിങ്ങൾ ശോധന ചെയ്യണം, നിങ്ങൾ വിശ്വാസത്തിലാണോ. നിങ്ങൾ വിശ്വാസത്തിലാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങൾ തോറ്റിട്ടില്ല, ഞങ്ങൾക്ക് കൃപ നഷ്ടപ്പെട്ടിട്ടില്ല. എന്തൊരു ആഴമുള്ള കാര്യമാണ് പ്രിയ ദൈവമക്കളെ ഇത്. നമ്മൾ വിശ്വാസത്തിലാണോ ഇന്നെന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്നറിയാം? നമ്മുടെ മറ്റുള്ളവരെ ഇവാലുവേറ്റ് ചെയ്യുന്ന രീതി മനസ്സിലാക്കിയാൽ മതി. വിശ്വാസത്തിലാണോ എന്ന് ശോധന ചെയ്യാം. നമ്മൾ എങ്ങനെയാണ് ക്രിസ്ത്യ സമൂഹത്തെ കാണുന്നത്? നമ്മൾ എങ്ങനെയാണ് ഒരാളുടെ സാക്ഷ്യത്തെ വിലയിരുത്തുന്നത്? നമുക്ക് പറയാനുള്ള സാക്ഷ്യം എന്താ? വാട്ട് ഈസ് ആർ ടെസ്റ്റിമണി? നമ്മൾ ഒരാളെ നോക്കുമ്പോൾ കർത്താവ് ഇവരെ അനുഗ്രഹിച്ചിരിക്കുക, ഏത് അളവുകോലിലാണ് നമ്മൾ പറയുന്നത്? നമ്മൾ ഒരാളെ നോക്കി, ഷാർജയിൽ 10 വർഷം മുമ്പ് വന്നപ്പോ എന്തോ ഒരു ഞെരുക്കമായിരുന്നു, എന്തോ ഒരു പ്രശ്നമായിരുന്നു, ഇന്ന് ദൈവം സഹായിച്ച് കർത്താവ് ഇദ്ദേഹത്തെ മാനിച്ചു. ഏത് അളവുകോലാ ഇത്? എന്നാൽ ഇന്ന് ചിലരെ കാണുമ്പോ 10-20 വർഷം മുമ്പ് വന്ന എന്തോ ഒരു പ്രശ്നമുണ്ട്, ഈ കുടുംബത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, ഇവരുടെ കൂടെ വന്ന എല്ലാരും ദേ ആർ വെൽ സെറ്റിൽഡ്, പക്ഷെ ഇവൻ മാത്രം എന്താ ഇങ്ങനെ? ഏത് അളവുകോല അതെന്നറിയാം? ഇതെല്ലാം ഭൗതിക അളവുകോലാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന യാർഡ് സ്റ്റിക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോണിറ്ററി മെറ്റീരിയലിസ്റ്റിക് യാർഡ് സ്റ്റിക്ക്. അത് വെച്ചാ നമ്മൾ വിശ്വാസികളെ അളക്കുന്നത്. നമ്മളൊരു വിശ്വാസിയെ നോക്കുമ്പോ അവരോട് പറയുന്നത്, കർത്താവ് ബ്രദറെ മാനിച്ചല്ലോ ബ്രദറിനെ. എന്താ ഏത് മാന്യതയുടെ കാര്യമാണ് പറയുന്നത്? ഇപ്പൊ ഓടിക്കുന്ന വണ്ടിയുടെ കാര്യം പറയുന്നേ, അല്ലെങ്കിൽ ഇപ്പൊ പുതുതായിട്ട് മാറിയ വീടിന്റെ കാര്യം പറയുന്നേ. ആദ്യം എന്ത് സ്ട്രഗിൾ ചെയ്തല്ലേ? 2-3 പേര് കൂടെ എടുത്തൊരു വീട്ടിൽ വളരെ സ്ട്രഗിൾ ചെയ്തു ബ്രദർ. ഇന്ന് ദൈവം സഹായിച്ച് ഏത് യാർഡ് സ്റ്റിക്ക് ആയതെന്നറിയാം കയ്യിലിരിക്കുന്നത്? ഒരു ഹൈന്ദവൻ അളക്കുന്ന യാർഡ് സ്റ്റിക്കാണിത്. ഹൈന്ദവനും ഇത് തന്നെയാ പറയുന്നത്, യേശുവിൽ വിശ്വസിക്കാത്തവരും ഇത് തന്നെയാ പറയുന്നത്. 30 വർഷങ്ങൾക്ക് മുമ്പ് ദുബായ് വന്നപ്പം ഞാൻ റോഡിൽ കൂടെ നടക്കുകയായിരുന്നു, എന്ത് ചെയ്യുമെന്ന് അറിയാൻ വയ്യാതെ നടക്കുകയായിരുന്നു. എന്റെ തന്നെ ചില ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, 10 വർഷം മുമ്പ് എന്റെ കൂടൊപ്പം പഠിച്ചിട്ട് ഇറങ്ങിയവർ പോയി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഷാർജയിൽ വന്നപ്പോ അതിലൊരാൾ എന്നോട് പറഞ്ഞു, എടാ ജോയെ, ഈ വഴിയിലൂടെ ഞാൻ നടന്നതാടാ, ഈ വഴിയിലൂടെ ഞാൻ എന്തോ ചെയ്യുമെന്ന് അറിയാൻ നടന്നതാടാ. അവൻ വന്ന വണ്ടി, അവൻ എന്നെ സൽക്കരിച്ച രീതി കണ്ടാൽ അതിശയിക്കുന്നു. കാരണം ഹി ഈസ് ഡൂയിങ് വെരി വെൽ. അവന് പോലും ചിന്തിക്കാൻ ഒക്കുന്നില്ല. പക്ഷെ അവന് യേശു അല്ല അവന്റെ ദൈവം. നമ്മുടെ കയ്യിലിരിക്കുന്ന യാർഡ് സ്റ്റിക്കും പലപ്പോഴും ഇതുപോലെ സാക്ഷ്യം. നമ്മൾ പറയുന്നു, അയ്യോ സ്വന്തമായി വണ്ടി ഇല്ലാതെ പബ്ലിക് ട്രാൻസ്പോർട്ട് ആരെങ്കിലും ഒരു ലിഫ്റ്റ് തരുമെന്ന് പ്രതീക്ഷിക്കാൻ നടന്നു. പക്ഷെ ഇതാണ് ഇവിടുത്തെ പ്രശ്നം, ഇതാണ് ഈ സഭയിലെ പ്രശ്നം. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രധാന ദൂത് ഇതാണ്. നിങ്ങളെ തന്നെ നിങ്ങൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും? ഇന്നത്തെ ദിവസം ആത്മീകമായി വിശ്വാസത്തിലാണോ അല്ലയോ എന്ന് എങ്ങനെ അറിയാം? ഇവാലുവേഷൻ കാണുമ്പോൾ അറിയാം. വിശ്വാസത്തിലാണെങ്കിൽ ഒരു വിശ്വാസിയെ പോലെ വേണം ഇവാലുവേറ്റ് ചെയ്യാൻ, അവിശ്വാസിയെ പോലെ അല്ല ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. പൗലോസ് ഒന്നുകൂടെ വായിക്കാൻ പോവാ, 13-ാമത്തെ അധ്യായം 6-ാം വാക്യം ഒന്നുകൂടെ വായിക്കാൻ പോവാ. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാതെ ആ വാക്യം തന്നെ നമ്മളോട് സംസാരിക്കട്ടെ. ലെറ്റ് ഇറ്റ് കം അലൈവ് ടുഡേ എന്ന് പറഞ്ഞാൽ ഈ സെർമൺ കഴിഞ്ഞ് നിങ്ങൾ ഈ വാക്യങ്ങൾ വായിക്കുമ്പം അത് നിങ്ങൾക്ക് വേണ്ടി ജീവനായി ഒന്നുകൂടെ വരട്ടെ എന്ന എന്റെ പ്രാർത്ഥന. അല്ലാതെ കേവലം 60 മിനിറ്റ് കേട്ടിട്ട് മടക്കി വെച്ചിട്ടല്ല, ഇന്ന് മുതൽ അല്ല, റെസ്റ്റ് ഓഫ് യുവർ ലൈഫ് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ ദൈവം കൃപ തരട്ടെ. 13-ന്റെ 6 ഒന്നുകൂടെ വായിക്കുന്നു. ഞങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് നിങ്ങൾ അറിയും. വിശ്വാസികളെ, നിങ്ങൾ അത് ഒരിക്കൽ അറിയും. യു വിൽ ഡിസ്കവർ. ഞങ്ങൾ കൊള്ളരുതാത്തവരല്ലെന്ന് നിങ്ങൾ അറിയും എന്ന് ഞാൻ ആശിക്കുന്നു. ഇന്നത് നടന്നിട്ടില്ല, ഞാൻ ആശിക്കുന്നു. എന്നിട്ട് അടുത്ത വാക്ക് ശ്രദ്ധിക്കണം. അടുത്ത വാക്യത്തിൽ പറയുന്ന എന്തിനാന്നറിയാമോ? ഞങ്ങൾ കൊള്ളരുതാത്തവരെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന എന്തിനാന്നറിയാമോ? ഞങ്ങൾക്ക് മഹത്വത്തിനല്ല,
ഞങ്ങളുടെ കോളറ പൊക്കാൻ വേണ്ടിയല്ല, ഇപ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയല്ലോ ഞങ്ങൾ കർത്താവിന്റെ ദാസന്മാരാണെന്ന്. ഇതിനൊന്നുമല്ല. 7-ാമത്തെ വാക്യം, നിങ്ങൾ ഒരു ദോഷവും ചെയ്യാതിരിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എന്താ ഇവര് ചെയ്ത ദോഷം എന്നറിയാം? ആ വാക്ക് അടിവരയിടണം. വാട്ട് ഈസ് ദ മിസ്റ്റേക്ക് ദേ ഡിഡ്? 13:7 പറയുന്നു, I pray to God that you will not do anything wrong. നിങ്ങൾ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ദോഷം ചെയ്യല്ലേ. എന്താ ഇവർ ചെയ്യുന്ന ദോഷം എന്നറിയാമോ? യു ആർ ജഡ്ജിങ് റോങ്ലി. അതാ നിങ്ങളുടെ ദോഷം. നിങ്ങളുടെ ദോഷം നിങ്ങളുടെ അഡൾട്ടറി ചെയ്യുന്നു എന്നുള്ളതല്ല. അതെല്ലാം നമ്മളെല്ലാം വിട്ടവരാ. നമ്മള് രക്ഷിക്കപ്പെട്ടപ്പോ ഈ ലോകത്തിന്റെ മ്ലേച്ഛതകളെല്ലാം വിട്ടു. ഇപ്പൊ ചിലപ്പോ സിനിമ പോലും കാണുന്നില്ല. വളരെ നല്ല കാര്യം. നോ മൂവി, നോ ഫിൽത്ത്, നോ ലസ്റ്റ്, ഇതൊന്നുമില്ല. പൗലോസ് പറയുന്ന ദോഷം ഇതൊന്നുമല്ല. ഇവര് വളരെ ക്ലീൻ ആണ്. ദെയർ ഹാൻഡ്സ് ആർ ക്ലീൻ. അവർ ആത്മാവിനെ പ്രാപിച്ചവരാണ്. അവർ കൈകൊട്ടി ദൈവത്തെ സ്തുതിക്കുന്നവരാണ്. ഇവർക്കുള്ള പ്രശ്നം ഇതാ, നിങ്ങളൊരു ദോഷവും ചെയ്യാതിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ വീക്ഷണം ഉണ്ടല്ലോ, ഞങ്ങളെ നോക്കുന്ന വീക്ഷണം, അവിടെ നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്ക്. യു ആർ ജഡ്ജിങ് ഇൻ എ റോങ് വേ. ഒന്നുകൂടെ 7-ാമത്തെ വാക്യം നോക്കുക. നിങ്ങൾ ഒരു ദോഷവും ചെയ്യാതിരിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വി ആർ ഹോപ്പിംഗ്, ഞങ്ങൾ ആശിക്കുന്നു. ആ വാക്കുകൾ കണ്ടോ? ഇപ്പൊ ഇവരുടെ സ്ഥിതി ഭയങ്കര പ്രശ്നത്തിൽ കിടക്കുന്ന സ്ഥിതിയാ. അതുകൊണ്ട് 6-ാമത്തെ വാക്യത്തിൽ ഞങ്ങൾ ആശിക്കുന്നു, നിങ്ങൾ മാറുമെന്ന് ഞങ്ങൾ ആശിക്കുന്നു. 7-ാമത്തെ വാക്യത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് നോക്കിയേ, 7-ാമത്തെ വാക്യം 2-ാം ഭാഗം, ഞങ്ങൾ കൊള്ളാകുന്നവരായി തോന്നേണ്ടതിനല്ല. എനിക്ക് ആ പൗലോസിന്റെ ആത്മാർത്ഥത അവിടെ കാണുന്നത്. ഞാൻ ഈ ആശിക്കുന്നതും പൗലോസ് പറയുക, ഞാൻ ആശിക്കുന്നതും നിങ്ങൾ അവസാനം നോക്കി, ഞങ്ങളുടെ പാസ്റ്റർ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല കേട്ടോ, ഞങ്ങൾക്ക് തെറ്റുപറ്റി, പുള്ളി വലിയ അഭിഷക്തനാ, ഇതൊന്നും പറയാനല്ല. ഞങ്ങൾ കൊള്ളാകുന്നവരായി കാണേണ്ടതിനല്ല, ഞങ്ങൾ കൊള്ളരുതാത്തവർ എന്ന പോലെ ഇരുന്നാലും, ശ്രദ്ധിക്കണേ, ഞങ്ങള് ബാഡ് ആണെങ്കിലും, നിങ്ങളുടെ ദൃഷ്ടിയിൽ ഞങ്ങൾക്ക് അഭിഷേകം ഇല്ലെങ്കിലും, നിങ്ങളുടെ ദൃഷ്ടിയിൽ ഞങ്ങൾ തോറ്റവരാണെങ്കിലും, ഞങ്ങൾ കൊള്ളാകുന്നവരായി തോന്നേണ്ടതിനല്ല, ഞങ്ങൾ കൊള്ളരുതാത്തവർ എന്ന പോലെ ഇരുന്നാലും നിങ്ങൾ നന്മ ചെയ്യേണ്ടതിനത്രേ. ഏതാ നന്മ? അവിടുത്തെ നന്മ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വാസത്തിലാകേണ്ടതിനത്രേ. നിങ്ങൾ നിങ്ങളെ തന്നെ കറക്റ്റായി വിധിക്കേണ്ടതിനത്രേ. പ്രിയ ദൈവമക്കളെ, ഇവർക്ക് എന്താ സംഭവിച്ചത്? എന്താ നമുക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താന്ന് ചോദിച്ചാൽ വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. പൗലോസ് ഒരു അപ്പോസ്തോലന്റെ എല്ലാ ലക്ഷണങ്ങളോടെയാണ് ഇവർ അടുക്ക് വന്നത്. അതിന് യാതൊരു സംശയമില്ല. അപ്പോസ്തോലന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? 12-ാമത്തെ അധ്യായം 12-ാം വാക്യം നോക്കിക്കേ. ഒരു പേജ് പുറമോട്ട് മറിച്ച് 12-ാമത്തെ അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. ചാപ്റ്റർ 12 വേഴ്സ് 12. അപ്പോസ്തോലന്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയിലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വീര്യപ്രവർത്തികളാലും നിങ്ങളുടെ ഇടയിൽ വെളിപ്പെട്ടു വന്നല്ലോ. അപ്പോസ്തോലന്റെ എല്ലാ ലക്ഷണവും ഉണ്ട് പൗലോസിന്. എന്ന് പറഞ്ഞ പൗലോസ് ഇവിടെ മാത്രമല്ല, 1 കൊരിന്ത്യർ 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറഞ്ഞു, ഞങ്ങളുടെ വചനം കേവലം വചനമായി മാത്രമല്ല, ഞങ്ങളുടെ വചന ശക്തിയായിട്ടാണ് നിങ്ങളുടെ ഇടയിൽ വന്നേ. 1 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം 6 മുതലുള്ള വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഞങ്ങളുടെ സുവിശേഷം കേവലം വചനമായി മാത്രമല്ല. We are not merely talking about something. We are demonstrating the power of the Holy Spirit. വാസ്തവത്തിൽ ഇന്നുള്ള നമ്മുടെ ശുശ്രൂഷകരെ നമ്മൾ അതിനകത്ത് ചിന്തിക്കണം. അപ്പോസ്തോലിക ശുശ്രൂഷ എന്ന് പറയുമ്പോൾ അത് കേവലം സജഷൻസ് മാത്രമല്ല. ഇങ്ങനൊക്കെയാ ബൈബിൾ എഴുതിയിരിക്കുന്നത്, അങ്ങനല്ല. പൗലോസ് പറയുന്നു, our words are not mere words. It came with power. ആ പവർ എന്നുള്ളത് ഇവിടെ ഉദ്ദേശിക്കുന്ന 12-ന്റെ അടിസ്ഥാനത്തിൽ miracles happened. Blind eyes were opened. Lame men got up, jumped with joy. യേശുവിൽ നടന്ന അതേ ശുശ്രൂഷ. യേശു രോഗസൗഖ്യത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല, പക്ഷെ യേശു ചെല്ലിടത്ത് രോഗസൗഖ്യം നടന്നു. കാരണം യേശു അവരെ പ്രസംഗിക്കാൻ പഠിപ്പിച്ചു വിടുമ്പോഴും പറയുന്നത്, നിങ്ങൾ രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കണം,
നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കണം. മത്തായിയുടെ സുവിശേഷം 9 മത്തായിയുടെ സുവിശേഷം 10 You preach the gospel of the kingdom. You heal the sick. പൗലോസ് പറയുക, ഞാൻ നിങ്ങളുടെ അടുക്ക വന്നത് കേവലം വചനം കൊണ്ടല്ല, യേശു രാജാവാണ്, യേശു ദൈവമാണ്, ഇതുകൊണ്ട് മാത്രമല്ല. You have seen with your eyes. നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ കണ്ടു. മിറക്കിൾസ്, അങ്ങനെയല്ലേ 12 വായിക്കുന്നത്. Including signs, wonders and miracles you have seen for yourself. പക്ഷെ എന്തോ നടന്നതറിയാം. ഇനിയാണ് നിങ്ങളുടെ ശ്രദ്ധ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി വേണ്ടിയത്. പൗലോസ് പ്രാർത്ഥിക്കുമ്പോ നോക്കണേ, പൗലോസ് പ്രാർത്ഥിക്കുമ്പോ when he places his hands, sick people are getting healed. പൗലോസ് എഴുന്നേറ്റ് നിൽക്കുമ്പോ people are delivered. പക്ഷെ പൗലോസിന്റെ ജീവിതത്തിൽ എന്താണെന്നറിയാം? What is happening in his life? ശരീരത്തിൽ രോഗമായിട്ടിരിക്കുക പൗലോസ്. തന്റെ ശരീരത്തിൽ രോഗം, പക്ഷെ പ്രാർത്ഥിക്കുമ്പോ സൗഖ്യം. How do you like that? അതല്ലേ പ്രശ്നം. പൗലോസ് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ miracles are happening, signs are happening, wonders are happening. But what is happening to pastor? His body, his external cover, tent എന്നാ വിളിക്കുന്നത്. This is wasting away. നോക്കിക്കേ, 4-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം, 2 കൊരിന്ത്യർ 4-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ എന്താ താൻ എഴുതിയിരിക്കുന്നത്? Chapter 4:16. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ, ആ വാക്ക് ശ്രദ്ധിച്ചോ, ഞങ്ങളുടെ ഈ കൂട്, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു. പക്ഷെ പൗലോസ് അവിടെ ചെന്നപ്പോ എന്തോ സംഭവിച്ചു? അവിടെ ചെന്നപ്പോ പുറമേയുള്ള മനുഷ്യനിൽ ഭയങ്കര സൗഖ്യം നടന്നു. അതാ 12-12. ആരെങ്കിലും ഈ നോട്ട് പേനയും പേപ്പറും കൊണ്ട് നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഓർക്കണം, 12-12 സർക്കിൾ ചെയ്യണം. 12-12 is about miracle. 12-12 is about signs. But what is happening in 4:16? ഇന്ന് എന്താ പൗലോസിന്റെ ജീവിതത്തിൽ? പൗലോസിന്റെ ജീവിതത്തിൽ ഹിസ് ഔട്ട്വേർഡ് മാൻ എന്ന് പറഞ്ഞാൽ പുറംചട്ട, 5:1 പറയുന്നുണ്ട്, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം എന്ന് പറഞ്ഞാൽ ഈ ശരീരം, ഈ പുറത്തെ കൂട്, ഇത് ക്ഷയിച്ചു പോകുന്നു. എങ്ങനെ ക്ഷയിച്ചു പോകുന്നു? അതിനൊരു വാക്യം ഗലാത്യ ലേഖനത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഗലാത്യ ലേഖനം 4-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കുക. Galatians chapter 4:13. ഗലാത്യ ലേഖനം 4-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം നിങ്ങളിൽ ഒരാൾക്ക് വായിക്കാമോ? May I ask one of you, മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏതെങ്കിലും ഭാഷയിൽ 4-ാം അധ്യായം 13-ാം വാക്യം ഗലാത്യ ലേഖനം വായിക്കാമോ? ബ്ലെസ്സസ് സിസ്റ്റർ വായിച്ചോട്ടെ. അൺമ്യൂട്ട് ചെയ്ത് ഗലാത്യ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം. ഞാൻ ശരീരത്തിലെ ബലഹീനത നിമിത്തം ഒന്നാമത് നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ സംഗതി വന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അടുത്ത വാക്യം കൂടെ. എന്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിമിത്തം നിങ്ങൾ നിന്നെയോ. ഇതാണ് പ്രശ്നം. അവിടെ വാസ്തവത്തിൽ 13-ാമത്തെ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ഞാൻ ശരീരത്തിലെ ബലഹീനത നിമിത്തം എന്നാണ് എഴുതിയിരിക്കുന്നത്. വാസ്തവത്തിൽ അതൊരു നല്ല തർജ്ജമയല്ല. എന്റെ ശരീരത്തിലെ ബലഹീനത കണക്കാക്കാതെ എന്നുള്ളതാണ് അതിനകത്തെ അർത്ഥം. പൗലോസ് പറയുക, ഞാൻ ഗലേഷ്യയിലുള്ള നിങ്ങളുടെ അടുക്കൽ സഭ സ്ഥാപിക്കാൻ വന്നപ്പോ എന്റെ ശരീരത്തിലെ ബലഹീനത വകവെക്കാതെ, ഇൻസ്പൈറ്റ് ഓഫ് ഇറ്റ്, അത് കണക്കാക്കാതെ. പക്ഷെ ഇവിടത്തെ ആ സ്ട്രഗിൾ നിങ്ങൾ മനസ്സിലാക്കുക. പൗലോസ് പ്രാർത്ഥിച്ചാൽ എന്തോ നടക്കും? രോഗി സൗഖ്യമാവും. അതല്ലേ 12-12 പറഞ്ഞ് 2 കൊരിന്ത്യർ 12:12 നമ്മൾ വായിച്ചതാ. ഹി ഈസ് എ ട്രൂ അപ്പോസ്റ്റൽ. പൗലോസ് കൈവച്ച് പ്രാർത്ഥിച്ചാൽ രോഗി സൗഖ്യമാവും. പൗലോസ് കൈവച്ച് പ്രാർത്ഥിച്ചാൽ അടയാളം നടക്കും. പക്ഷെ ഈ പ്രാർത്ഥിച്ച ആളെങ്ങനുണ്ട്? പ്രാർത്ഥിച്ച ആളിനെ കുറിച്ചാ 13-ാം വാക്യം. എന്റെ ശരീരത്തിന്റെ ബലഹീനത കണക്കാക്കാതെ ഞാൻ നിങ്ങളുടെ അടുക്ക സുവിശേഷം പറയാൻ വന്നു. എന്നിട്ട് ആ 14-ാമത്തെ വാക്യം നോക്കി. കൊരിന്ത്യർക്കുണ്ടായ അതേ പ്രശ്നം ഗലാത്യ ആൾക്കാർക്കും ഉണ്ടായ. ലുക്ക് അറ്റ് വേഴ്സ് 14. എന്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ എന്ന്. വാട്ട് ഈസ് ദാറ്റ്?
the trial that you all had when you looked at me. എന്തോ ട്രയൽ എന്നറിയാം? പൗലോസിനെ നോക്കുമ്പോ he is sick, but Holy Spirit is manifesting through him. അപ്പൊ ഒരു ട്രയൽ വരും, ഒരു പരീക്ഷയായത്. എന്താ പരീക്ഷ എന്ന് ചോദിച്ചാൽ, ഈസ് പോൾ എ ജെനുവിൻ മാൻ ഓഫ് ഗോഡ്? അതാ പരീക്ഷ. പരീക്ഷ എന്ന് പറയുന്നത് when you look with your physical eyes, is he a true man of God? ഇതൊരു യഥാർത്ഥ ദൈവമനുഷ്യരാണെങ്കിൽ how can that be? When he prays, sick people are healed, but he is sick in his body. എന്നിട്ട് ഇവര് ചെയ്തത് എന്താണെന്നറിയോ? പരീക്ഷ 14-ാമത്തെ വാക്യം, എന്റെ ശരീര സംബന്ധമായി നിങ്ങൾക്കുണ്ടായ പരീക്ഷ നിമിത്തം നിങ്ങൾ നിന്നയോ വെറുപ്പോ കാണിക്കാതെ. അയ്യോ, അപ്പൊ നോക്കിയേ, ഇപ്പൊ കൊരിന്ത ആൾക്കാർക്ക് പറ്റിയ എന്താ? അവരിപ്പൊ നിന്നയും വെറുപ്പും കാണിക്കുക. അതുകൊണ്ടാ പറയുന്നത് 13-ാം വാക്യത്തിൽ പറയുന്നത്, ഓ ഐ പ്രേ, ഐ ട്രസ്റ്റ് ദാറ്റ് യു വിൽ ഡിസ്കവർ ദാറ്റ് വി ഹാവ് നോട്ട് ഫെയിൽഡ് ദ ടെസ്റ്റ്. ഞങ്ങൾ കൊള്ളരുതാത്തവരല്ലെന്ന് നിങ്ങൾ വിചാരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഗലാത്യ ആൾക്കാര് കൊള്ളരുതാത്തവരെന്ന് ചിന്തിച്ചില്ല. 14-ാം വാക്യത്തിൽ നിങ്ങൾ വെറുപ്പ് കാണിച്ചില്ല, നിങ്ങൾ ഞങ്ങളെ നിന്ദിച്ചില്ല. വെറുപ്പോ കാണിക്കാതെ ദൈവദൂതനെ പോലെ യു ജഡ്ജസ് കറക്റ്റ്ലി. ഞങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് രോഗം ഉണ്ടെങ്കിലും യു ജഡ്ജസ് കറക്റ്റ്ലി. ഞങ്ങളെ ദൈവദൂതനെ പോലെ, ക്രിസ്തുവേശുവിനെ പോലെ എന്നെ കൈക്കൊള്ളുക അത്ര ചെയ്തത്. എന്നിട്ട് ഈ ഭാഗം കൂടുതലായി നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, വാസ് പോൾ സിക്ക് ഇൻ ഹിസ് ബോഡി? അതൊരു ഷോക്കാ നിങ്ങൾക്കെങ്കിൽ അടുത്ത വാക്യം 15-ാം വാക്യത്തിലുണ്ട്. എന്തായിരുന്നു ഒരു പക്ഷെങ്കിൽ തന്റെ രോഗം എന്ന് പറഞ്ഞാൽ, ഹി ഹാഡ് സംതിങ് വിത്ത് ഹിസ് ഐസ്. കണ്ണിന് സാരമായ പ്രശ്നം. കാരണം 15-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, കഴിയുമെങ്കിൽ നിങ്ങളുടെ കണ്ണ് ചൂഴ്ന്നെടുത്ത് എനിക്ക് തരുമായിരുന്നു എന്നതിന് ഞാൻ സാക്ഷി. യു വെർ വില്ലിംഗ് ടു പ്ലക്ക് യുവർ ഐസ് ആൻഡ് ഗിവ് ഇറ്റ് ടു മീ. ഒന്ന് ഓർത്തു നോക്കിയ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമ്മൾ കാണുന്ന മിനിസ്റ്റേഴ്സിനെ പോലെ അല്ലിത്. നമ്മൾ ഇന്ന് കാണുന്ന മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി ഗ്ലാമറസ്. എല്ലാവർക്കും അവർ പറയുന്ന യേശുവിനെ വേണം. കാരണം ടെസ്റ്റിമണി ഓഫ് ദ പ്രീച്ചർ ഹിംസെൽഫ് ഈസ് 20 years back, 20 വർഷം മുമ്പ് എനിക്ക് സ്വന്തമായി ഒരു വീട് പോലും ഇല്ലായിരുന്നു. ഞാൻ ദൈവത്തെ വിളിച്ച് ബൈബിൾ കോളേജിൽ പോയി. ബൈബിൾ കോളേജിൽ ചെന്നപ്പോ എനിക്ക് സോപ്പ് വാങ്ങിക്കാൻ പോലും പൈസ ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് 5 ഭൂഖണ്ഡങ്ങളിൽ ഞാൻ യാത്ര ചെയ്യുന്നു. ഞാൻ ഏത് വണ്ടി എടുക്കണമെന്നാ രാവിലെ എന്റെ കൺഫ്യൂഷൻ. ദൈവം എന്നെ, ഗോഡ് ഹാസ് ബ്ലെസ്ഡ് മീ. ഈ ഒരു ടെസ്റ്റിമണി എന്ന് പറയുന്നത് ഈ ന്യൂ ടെസ്റ്റ്മെന്റിന് ചേർന്നതല്ലേ അല്ല. ഇറ്റ് മൈറ്റ് ബി എ ഷോക്ക് ഫോർ മോസ്റ്റ് ഓഫ് us. എനിക്കത് ഷോക്കായിരുന്നു. കാരണം ഞാൻ കൊച്ചിലെ മുതലേ കേട്ട് വന്നത് അങ്ങനെയുള്ള സാക്ഷ്യമാണ്. പുൾപിറ്റിൽ നിൽക്കുന്നവരുടെയും വിശ്വാസികളുടെയും സാക്ഷ്യം ഒരുപോലെ ഇതാ. ദൈവത്തെ ഞാൻ അറിഞ്ഞു, ദൈവം എനിക്ക് നല്ലവൻ, വല്ലഭൻ, അവൻ എനിക്കെല്ലാം. ഒരു വാക്യം കൂടെ അതിനോട് ചേർത്ത് പറയും, ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി. ഈ വാക്യത്തിന്റെ സാഹചര്യം ഒന്നും നമ്മൾ നോക്കത്തില്ല. ആ വാക്യം അവിടെ എഴുതിയിരിക്കുന്നത് ദൈവസ്നേഹത്തെ കുറിച്ച്. എഫേസ്യ ലേഖനത്തിലെ ഒരു വാക്യമാണ് അത്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി. അതിന് മുമ്പുള്ള വാക്യത്തിൽ പറയുന്നത്, പൗലോസ് പറയുന്നത്, ദൈവസ്നേഹത്തെ ആരായുന്നവരാർ, അതിന്റെ നീളം, അതിന്റെ ഉയരം, വീതി, ആഴം, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി. എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഒരാള് കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ച് എനിക്കതൊന്ന് അറിയണമെന്ന് ചോദിച്ചാൽ, നമ്മൾ ചോദിക്കുന്നതിന് നിനക്കുന്നതിന് അത്യന്തം പരമായി ഗോഡ് വിൽ ഗിവ് us ഓപ്പർച്യൂണിറ്റി ടു ടേസ്റ്റ് ദ ലവ് ഓഫ് ഗോഡ്. അതതിന്റെ അർത്ഥം. അല്ലെങ്കിൽ വേറൊരു വാക്യം, നമ്മൾ സാധാരണ മിസ്കോട്ട് ചെയ്യുന്ന ഒരു വാക്യം, സാക്ഷ്യത്തിന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ഈ വാക്യം എവിടാന്നറിയാമോ എഴുതിയിരിക്കുന്ന പുതിയ നിയമത്തിൽ? 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന എന്തിനെ കുറിച്ചാണെന്നറിയാമോ? ക്രൂശിനെ കുറിച്ച്. ക്രൂശ് എന്നുള്ളത് മനസ്സിലാക്കാൻ മനുഷ്യ കണ്ണിന് കഴിയത്തില്ല. ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാര് ക്രൂശിനെ നോക്കി പറഞ്ഞു, ദിസ് ഇസ് അട്ടർ നോൺസെൻസ്. എന്തോ ക്രൂശിൽ മരിച്ച ഒരാൾ എന്നെ രക്ഷിക്കുമെന്നോ? ആദ്യം അവനെ തന്നെ രക്ഷിക്കാൻ പറ. ഇത് വെച്ചോണ്ടാ പൗലോസ് പറയുന്നത്, ദൈവം നമുക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ ഈ കണ്ണിന് ഇത് കാണാൻ ഒക്കത്തില്ല. ഒരു ചെവി കേട്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ ഇവർക്കിത് മനസ്സിലാകത്തില്ല. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ഇങ്ങനാണോ ദൈവം രക്ഷിക്കാൻ പോകുന്നത്? ഇത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. എല്ലാരും ഓർത്തത് ക്രൂശിലാക്കും, ക്രൂശിൽ അങ്ങോട്ട് ആക്കി ആണി അങ്ങോട്ട് അടിച്ചു കഴിയുമ്പോൾ ദൈവം ഇങ്ങോട്ട് ഇറങ്ങി വരും, അങ്ങനെ രക്ഷിക്കുമെന്ന ഓർത്ത്.
പക്ഷെ ഇത് ആരുടെ മനസ്സിൽ തോന്നിയിട്ടില്ല. ഇത് സാധാരണ എപ്പോഴാണെന്നറിയാമോ നമ്മള് പറയുന്നേ? ഞാൻ കേട്ടിട്ടുണ്ട്, വ്യക്തിപരമായി കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയാം. വല്ല വിവാഹ ആലോചന വരുമ്പോ, ആദ്യത്തെ വിവാഹാലോചന വന്നു, 10 lakhs ഡൗറി പറഞ്ഞു. ഡൗറിയോ? അതെ 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 അതെ. അതിപ്പോ ഡൗറി എന്നൊന്നും അല്ല നമ്മൾ വിളിക്കുന്നത്. അത് ദാറ്റ് ഈസ് എ ഗിഫ്റ്റ്, ദാറ്റ് ഈസ് എ ഗിഫ്റ്റ്, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മൾ പെന്റക്കോസ്റ്റൽ ആൾക്കാർ എന്നെ പറയുന്നത്. ദാറ്റ് ഈസ് എ ഗിഫ്റ്റ്. ഇഫ് യു വാണ്ട് ടു ഗിവ് സംതിങ് ടു യുവർ ഡോട്ടർ, പ്ലീസ് ഗോ ഹെഡ് ഗിവ്. അപ്പൊ പറ, ആദ്യത്തെ ഗിഫ്റ്റ് 10 lakhs. അപ്പൊ നമ്മൾ ഉപവസിക്കുക. എന്തിനാ ഉപവസിക്കുന്നതെന്ന് ചോദിച്ചാൽ, വി വാണ്ട് ടു ബി ഷുവർ, ഇതാണോ ദൈവഹിതം, ഇതാണോ ദൈവഹിതം. അപ്പോൾ ദാ ഒരു പ്രോഫറ്റ് വന്ന് പറയുന്നു, റെഡും അല്ല ഗ്രീനും അല്ല, യെല്ലോ ലൈറ്റ് കാണുന്നു. ഇതെല്ലാം ഇന്ന് നടക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. യെല്ലോ ലൈറ്റ് എന്ന് പറഞ്ഞാൽ യു സ്ലോ ഡൗൺ, ടേക്ക് ടൈം, ഇപ്പൊ ധൃതി വെക്കരുത്. അപ്പോൾ ദാ അടുത്ത ആഴ്ച അടുത്ത കല്യാണാലോചന വരും. ഈ കല്യാണാലോചന വന്നിരിക്കുന്നത് 10 അല്ല 50 അല്ല, ഓവർ നൈറ്റ് യു ആർ ഗോയിങ് ടു ബി എ മില്യനെയർ. പിന്നെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഡിസൈഡ് ചെയ്തു. അന്ന് ആ ദൂത് പറഞ്ഞത്, ആ പാസ്റ്റർ വിളിച്ചു, പാസ്റ്ററെ അന്നാ യെല്ലോ ലൈറ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് ദൈവത്തിന്റെ ആ വഴി കാണാനൊത്തു, കല്യാണം നടക്കാൻ പോകുന്നു. ആ വെള്ളിയാഴ്ച എഴുന്നേറ്റ് നിന്ന് പറയുന്ന സാക്ഷ്യമാ. ദൈവം ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാ 10 ലക്ഷമാണ് പ്രതീക്ഷിച്ചത്, 10 ലക്ഷം ആദ്യം പറഞ്ഞത്, ഇന്ന് 50 ലക്ഷം കയ്യിൽ. അത് പോരാതെ നാട്ടി ഫോർച്യൂണർ, ഇവിടെ അതെ, ഇവിടെ ഇത്, എല്ലാം. ലൈഫ് ഈസ് ഗോയിങ് ടു ബി ഡിഫറെന്റ്. ഞാൻ പറയുന്നത്, ദിസ് ഇസ് അനദർ ക്രിസ്ത്യാനിറ്റി. ഒരു ഹൈന്ദവന്റെ സാക്ഷ്യമായത്, ഒരു യേശു ഇല്ലാത്തവന്റെ സാക്ഷ്യം ഇത് തന്നെയാ. ഞാൻ പറഞ്ഞില്ലേ, എന്റെ എത്രയോ കൂട്ടുകാർ, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, അവരുടെ നമ്മളൊരു 5 മിനിറ്റ് ഇരുന്ന്, എടാ നിന്റെ ലൈഫ് എങ്ങനെ പോകുന്നടാ, അവൻ ഇത് തന്നെ പറയും. എടാ ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നടാ വീട്ടിൽ, ഒരു കടം എടുത്താടാ വീടെല്ലാം ഒന്ന് റിനോവേറ്റ് ചെയ്ത്, എടാ കല്യാണം കഴിഞ്ഞു, ഇപ്പം അവന്റെ ദൈവത്തെ പറയും. അവൻ പറയും, എന്റെ ദൈവം സഹായിച്ച് എനിക്കിപ്പം 3 വീടുണ്ടാ കേരളത്തിൽ. നമ്മൾ എന്തോ ചെയ്യും നമ്മുടെ സാക്ഷ്യം കൊണ്ട് അവിടെ? അവൻ ഈ വാക്യം അറിയത്തില്ല, അല്ലെ അവൻ ഈ വാക്യം പറഞ്ഞേനെ, എനിക്ക് എന്റെ ഭഗവാൻ ഒരുക്കിയത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, അവനത് പറഞ്ഞേനെ. ഇത് പറയുന്നത്, ഇവിടെ പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റാ. എനിക്കറിയത്തില്ല നമുക്ക് എന്താ ഇത് മനസ്സിലാകാത്തത്. പൗലോസ് പറയുന്നത്, ഒരു ജെനുവിൻ ബിലീവർ എന്ന് പറഞ്ഞാൽ he is going to lose things on this earth. ഞാൻ ഇനി അടുത്ത വാക്യങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. പൗലോസ് പറയുന്നത്, നിങ്ങൾ വിശ്വാസത്തിൽ തന്നെ ഒന്ന് ശോധന ചെയ്യണം. കാരണം വിശ്വാസത്തിലാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അല്ല പറയാൻ പോകുന്നത്. നിങ്ങൾ വിശ്വാസത്തിലാണെങ്കിൽ നിങ്ങൾ ഞങ്ങളെ നോക്കി പറയാൻ പോകുന്നത്, ഇവര് തോറ്റെന്നല്ല, ഇവര് ജയിച്ചെന്നാ പറയാൻ പോകുന്നത്. പ്രിയ ദൈവമക്കളെ, ഇവിടെ തന്നെ നിന്നോണ്ട് ഞാൻ അടുത്തൊരു വാക്യം വായിക്കുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ, നിങ്ങളിൽ ആരെങ്കിലും കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞിട്ട്, ഇഫ് യു ആർ സ്റ്റിൽ സ്ട്രഗ്ലിംഗ്, നിങ്ങൾ സിൻസിയറായിട്ട് കർത്താവിനെ സേവിക്കുന്നു, പക്ഷെ യു ഹാവ് സഫേർഡ് ലോസ്, മേ ബി ഫിനാൻഷ്യലി. ഇപ്പൊ ഈ ഒരു ദിവസം ചിലപ്പോൾ ജോലിയുടെ ആശങ്കയോടെ നിങ്ങൾ ഇരിക്കുകയായിരിക്കാം. ലെറ്റ് മീ എൻകറേജ് യു വിത്ത് ദിസ്. കർത്താവിനെ സേവിക്കുക, വിശ്വാസത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെയെല്ലാം നടക്കുക എന്നല്ല അതിന്റെ അർത്ഥം. വിശ്വാസത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ പരാജയത്തിന്റെ നടുവിലും ക്രൂശിതനായ യേശുവിനെ നോക്കി, യേശു എങ്ങനെ ക്രൂശ് സഹിച്ചു അതുപോലെ ഞാൻ സഹിച്ച് ജീവിക്കുക എന്ന അതിന്റെ അർത്ഥം. വാസ്തവത്തിൽ ഒരു നല്ല പാട്ടുണ്ട് ഈ ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്കാൻ. വിശ്വാസ ജീവിത പാടകിൽ ഞാൻ, സിയോൺ നഗരിയിൽ പോകുന്നു ഞാൻ, വിശ്വാസ നായകൻ യേശുവെ നോക്കി ക്ഷീണം മറന്നങ്ങ് പോകുന്നു ഞാൻ. അപ്പൊ എന്തോ ഉണ്ട്, ക്ഷീണമുണ്ട്. പക്ഷെ ഇന്നത്തെ സാക്ഷിയല്ല, എന്റെ ക്ഷീണം പോയി. അതാണ് പ്രശ്നം. എനിക്ക് ക്ഷീണം ഇല്ല, യേശു വന്നപ്പോ എനിക്കെല്ലാം മാറി, ചോദിക്കുന്നത് നിനക്കെന്നല്ല. ദാറ്റ് ഈസ് എ പ്രോബ്ലം. പൗലോസിന് ക്ഷീണം ഉണ്ടായിരുന്നു, പൗലോസിന് ക്ഷീണം. ആൾക്കാരെല്ലാം കൂടെ പൗലോസിനെ നോക്കി പറഞ്ഞു, ഇവന് കൃപയില്ല, ഇവന് കൃപയുണ്ടെങ്കിൽ ഇങ്ങനെ നടക്കത്തില്ല. അവിടെ പൗലോസ് പറയുന്നത്, നമ്മുടെ കുറിവാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ വിശ്വാസത്തിൽ തന്നെയാണോ? നിങ്ങൾ വിശ്വാസത്തിലാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അല്ല ഞങ്ങളെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. യു ഷുഡ് നോട്ട് ബി ജഡ്ജിങ് us like this. You should not be looking at us and say you are a failure.
ഞങ്ങളെ നോക്കി പറയേണ്ടത് തോറ്റു കിടക്കുന്നവെന്നല്ല. ഇഫ് യു ആർ റിയലി ഇൻ ഫെയ്ത്ത്, വിശ്വാസത്തിലാണെങ്കിൽ, you should be rather looking at us and say, you are winning. We see the power of Christ in you. ഇവിടെ പൗലോസിന്റെ ആർഗ്യുമെന്റ് എന്താണെന്നറിയാം? പൗലോസ് എന്തുകൊണ്ടാ പറയുന്നതെന്നറിയാം? Look at us like power of Christ working in us. അങ്ങനെ വേണം നോക്കാൻ. ദൈവത്തിന്റെ ശക്തി ഞങ്ങളിൽ ഉണ്ടെന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. 13-ാം അധ്യായം 4-ാം വാക്യം, നമ്മുടെ കുറിവാക്യത്തിന്റെ തൊട്ട് മുമ്പ് കിടക്കുന്ന വാക്യം നോക്കി. 13-ാമത്തെ അധ്യായം 4-ാം വാക്യം. ആ 13-ന്റെ 4 ഞാൻ വായിക്കാം. ആ 4-ന്റെ ആദ്യത്തെ ഭാഗം നമുക്കെല്ലാം ഇഷ്ടമാണ്. 13-4-ന്റെ ആദ്യത്തെ ഭാഗം we will be rejoicing. അപ്പൊ അതിൽ നിന്ന് വന്ന ഇംഗ്ലീഷ് പാട്ടാണ് thank you for the cross Lord, thank you for the price you paid. അത് ആദ്യത്തെ ഭാഗമാണ്. നോക്കിയ 13-4 ആദ്യത്തെ ഭാഗം, ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു. ഇത് നമുക്കെല്ലാം അറിയാം. യേശു ബലഹീനനായി എനിക്ക് വേണ്ടി, അവൻ ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എനിക്ക് വേണ്ടി. പക്ഷെ ആ വാക്യം കഴിഞ്ഞില്ല. ഒരു വിശ്വാസിയുടെ ജീവിതം എന്താണെന്നറിയാം? വിശ്വാസിയുടെ ജീവിതം ആ 2-ാം ഭാഗമാണ്. നോക്കിയ 2-ാം ഭാഗം, ഞങ്ങളും അവനിൽ. ആ ഭാഗം, ദാറ്റ് ഈസ് ദ മിസ്റ്ററി ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. ഞങ്ങളും അവനിൽ. ഇംഗ്ലീഷിൽ ഞാൻ സാധാരണ പറയും, പ്ലീസ് അണ്ടർലൈൻ ദാറ്റ് വേർഡ് ലൈക്ക് വൈസ്. ആ ലൈക്ക് വൈസ് മനസ്സിലായില്ലെങ്കിൽ, 4-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം, for to be sure he was crucified. അത് യേശുവിനെ കുറിച്ചാ. He was crucified in weakness, yet he lives by God's power. He lives by God's power. എന്നിട്ട് പറയാ likewise ഞങ്ങളും എന്ന് പറഞ്ഞാൽ നിങ്ങളും. Is that your testimony today? ഈ വെള്ളിയാഴ്ച ദിവസം യേശു മരിച്ചു, യേശു ശക്തിയായി ജീവിക്കുന്നു. നിങ്ങൾക്ക് പറയാൻ ഒക്കുവോ? എനിക്ക് പറയാൻ ഒക്കുവോ? ഞങ്ങളും. എന്നിട്ട് എന്താ? ഞങ്ങളും അവനിൽ ബലഹീനർ. ഇന്നത്തെ ദൂതുകൾ ബലവാനാക്കുന്ന ദൂത. ഇന്നത്തെ ശുശ്രൂഷകരുടെ ടെസ്റ്റ്മണി ബലവാനായ ടെസ്റ്റ്മണിയാ. പൗലോസ് പറയാ, ഞങ്ങളും അവനിൽ, യേശുവിനെ പോലെ ഞങ്ങളും ബലഹീനരെങ്കിലും അവനോടുകൂടെ ദൈവശക്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ അസൽ അർത്ഥം എന്താണെന്നറിയാം? The real meaning of that is, people, you are looking at us and say we are weak. Yes, we are weak. Yes, we are weak. But we are strong by the power of the Holy Spirit. യേശുവിൽ വ്യാപരിച്ച ശക്തി, അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ച ശക്തി ഞങ്ങളുടെ ബലഹീനതയിൽ വ്യാപരിക്കുന്നത് കൊണ്ട് we are strong in the Lord. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, മനുഷ്യന്റെ ദൃഷ്ടിയിൽ നിങ്ങൾ ബലഹീനരായിരിക്കും. മനുഷ്യരുടെ ദൃഷ്ടിയിൽ നിങ്ങൾ തോറ്റുപോയവരായിരിക്കും. നിങ്ങളുടെ കൊളീഗ്സിന്റെ ദൃഷ്ടിയിൽ യു ഡിഡ് നോട്ട് മേക്ക് മച്ച് ഔട്ട് ഓഫ് യുവർ ലൈഫ്. യു ആർ എ ഫെയിലിയർ. അങ്ങനെ ഇരിക്കട്ടെ. എന്നാൽ ആ ബലഹീനതയിൽ വ്യാപരിക്കുന്ന, തകർന്നു പോകാതെ നിങ്ങളെ സൂക്ഷിക്കുന്ന, ഇപ്പൊ നാടൻ ഭാഷ ഞാൻ ഉപയോഗിക്കുക, തകർന്ന് നെല്ലിപ്പലക കണ്ടിട്ടും ആ കപ്പൽ പൊളിയാതെ നിങ്ങളെ സൂക്ഷിക്കുന്ന ഒരു യേശുവിനെ കുറിച്ചാ എനിക്കിന്ന് പറയാനുള്ളത്. അടുത്ത ദിവസങ്ങൾ, അടുത്ത ആഴ്ചകൾ, അടുത്ത മാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാൻ പറയാൻ വിത്ത് ഫുൾ കോൺഫിഡൻസ്. എന്താണെന്നറിയാമോ? നോ മാറ്റർ വാട്ട് ഹാപ്പൻസ്. ചിലപ്പോ നിങ്ങൾ തോറ്റുപോയേക്കാം മനുഷ്യന്റെ മുമ്പിൽ, പക്ഷേ യു ക്യാൻ എക്സ്പീരിയൻസ് ദ പവർ ഓഫ് ക്രൈസ്റ്റ്. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ശക്തി നിങ്ങളിൽ വ്യാപരിച്ചാൽ പണക്കാരാകുമെന്നല്ല, യു വിൽ നോട്ട് ലൂസ്, യു വിൽ നോട്ട് മിസ് ഔട്ട് ഓൺ ഗോഡ്സ് പവർ. യു വിൽ ബി സസ്റ്റെയിൻഡ് ബൈ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പ്രിയ ദൈവമക്കളെ, വിശ്വാസികൾക്ക് അതല്ലേ വേണ്ടത്? വി വാണ്ട് പവർ ഓഫ് ഗോഡ് ടു സസ്റ്റെയിൻ അസ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ നോക്കുമ്പം ഒരു അത്ഭുതമാകും നിങ്ങൾ. എങ്ങനെ അത്ഭുതം എന്നറിയാം? മനുഷ്യൻ നോക്കുമ്പോ പറയും, ഈ അധികം നാളിനി ഷാർജയെ പുള്ളി കാണത്തില്ല, ഹിസ് ഡേയ്സ് ആർ നമ്പേർഡ്. പക്ഷെ ദൈവത്തിന്റെ ചില സമയത്തെ യു നോ വാട്ട് ഈസ് ഗോഡ്സ് വിസ്ഡം? മനുഷ്യൻ ദിവസം എണ്ണുക, അടുത്ത മാസം പോവായിരിക്കും, അല്ലെ 2 മാസം കഴിയുമ്പോൾ പോവായിരിക്കും.
ചിലപ്പോ God in his divine wisdom will allow you to be there for another 5 years. എന്നെ തെറ്റിദ്ധരിക്കരുത്, ഷാർജയിൽ ജീവിക്കുന്നത് അനുഗ്രഹമായിട്ട് കാണുന്ന ഒരു വ്യക്തി അല്ല ഞാൻ. ഫോർ ദാറ്റ് മേ ബി ഐ ക്യാൻ ഓൺലി റെക്കമെൻഡ് യു ഒരു പ്രസംഗം അവിടെ ദുബായിൽ വന്നപ്പോ പ്രസംഗിച്ച അന്ന് കർത്താവ് എനിക്ക് തന്നൊരു പ്രകാശനം ഈ യൂട്യൂബിലുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സമയമുണ്ടെങ്കിൽ അത് വായിക്കണം, അത് കേൾക്കണം. നമ്മള് ബാബേലിന്റെ തലമുറയല്ലെന്ന് പറയുന്ന ഒരു സന്ദേശം കിടപ്പുണ്ട്. ഐ ഡോണ്ട് തിങ്ക്, ഞാൻ ഒരു വിധത്തിലും ചിന്തിക്കുന്നില്ല ഒരാൾ ഷാർജയിലോ ഓസ്ട്രേലിയയിലോ അമേരിക്കയിലോ ജീവിച്ചാൽ ദേ ആർ മോർ ബ്ലെസ്ഡ് ദാൻ വി പീപ്പിൾ ഇൻ ഇന്ത്യ. അങ്ങനെ ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. പക്ഷേ ഇഫ് ഗോഡ്സ് പർപ്പസ് ഇസ് ദേർ, നിങ്ങളിലൂടെ ആ ഷാർജയിലോ ദുബൈയിലോ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ നിങ്ങൾ മാനുഷികമായി നോക്കിയിട്ട് അവിടെ ജീവിക്കാൻ ഒക്കത്തില്ലെന്ന് തോന്നിയാലും God will open a way. And that paradox, എന്താ പാരഡോക്സ് എന്നറിയാമോ? You are losing, but you are actually strong in the Lord. That is Christian life. You need spiritual eyes to see that. പൗലോസ് പറയുന്ന കൂടെ പറയുന്ന ഇതാ, നോക്കണം. 4-ാമത്തെ അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരിക. 2 Corinthians chapter 4. ഈ 2 കൊരിന്ത്യർ 4-ാമത്തെ അധ്യായത്തിലും പൗലോസ് പറയാ, എന്തുകൊണ്ടാണെന്നറിയാമോ ഇവര് പൗലോസിനെ മിസ്ജഡ്ജ് ചെയ്തത്? എന്തുകൊണ്ടാണെന്നറിയാമോ പൗലോസ് പറയേണ്ടത് വന്ന് നിങ്ങൾ വിശ്വാസത്തിൽ തന്നെ ഒന്ന് ശോധന ചെയ്യണം? എന്തുകൊണ്ടാ പൗലോസ് പറഞ്ഞത്? ഞങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ ഇപ്പൊ നോക്കുമ്പം ഞങ്ങൾ കൊള്ളരുതാത്തവരാ, പക്ഷേ ഞങ്ങൾ കൊള്ളരുതാത്തവരല്ല എന്ന് നിങ്ങൾ അറിയുമെന്ന് ഞാൻ ആശിക്കുന്നു. എന്താ പറയാൻ കാര്യം എന്നറിയാം? ചാപ്റ്റർ 4:7, 4-ാം അധ്യായം 7-ാം വാക്യം നോക്കിക്കേ. എന്താ അവര് കാണുന്നേ? വിശ്വാസികൾ എന്താ പൗലോസിൽ കാണുന്നേ? പൗലോസ് പറയാ, എങ്കിലും ഈ അത്യന്ത ശക്തി, ചില ട്രാൻസ്ലേഷനിൽ ഈ നിക്ഷേപം ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. എന്താ ഇവിടുത്തെ അർത്ഥം എന്നറിയാം? God has deliberately done this. എന്താ ഡെലിബറേറ്റ് ആയിട്ട് ചെയ്തത്? പൗലോസേ, നീ പ്രാർത്ഥിക്കുമ്പോ രോഗം സൗഖ്യമാകുക, പക്ഷെ നിനക്ക് തന്നെ ധീരമുണ്ട്. ദിസ് ഇസ് ഡെലിബറേറ്റ്ലി ഡൺ ബൈ ഗോഡ്. എന്തുകൊണ്ടാണെന്നറിയാം? സോ ദാറ്റ് പീപ്പിൾ വിൽ അണ്ടർസ്റ്റാൻഡ് ദിസ് വാസ് നോട്ട് യുവർ പവർ ദാറ്റ് ക്യൂർഡ് ദാറ്റ് പേഴ്സൺ. ഇത് നിന്റെ ശക്തിയാണെങ്കിൽ നീ ആദ്യം നിന്നെ സൗഖ്യമാക്കണ്ടേ. പക്ഷേ ചാപ്റ്റർ 12:12 പറയുന്നു, അപ്പോസ്തലന്റെ എല്ലാ ലക്ഷണവും നിങ്ങൾ കണ്ടു. ഞാൻ പ്രാർത്ഥിച്ചപ്പോ രോഗം സൗഖ്യമായി, ഞാൻ അടയാളം നടന്നു. പക്ഷെ പൗലോസ് പറയാ, ഇത് ഞങ്ങളുടേതല്ല എന്ന് വരേണ്ടതിന് ഇത് മൺപാത്രങ്ങളിൽ തന്നിരിക്കുക. നിക്ഷേപം മൺപാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഓർത്തു നോക്കിയാൽ, മനുഷ്യൻ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ അവൻ എന്താ കാണുന്നത്? അവൻ മൺപാത്രം കാണും. മൺപാത്രം കാണുമ്പോൾ how does anybody judge jar of clay? പറയും വിലയില്ലാത്തത്, weak, fragile, so vulnerable. ഇതാ മനുഷ്യൻ പറയാൻ പോകുന്നത്. പൗലോസ് പറയുന്നു, യെസ്, നിങ്ങൾ അത് പറയരുത്. യു ഷുഡ് നോട്ട് ലുക്ക് അറ്റ് us and say, നിങ്ങൾ കാണുന്നത് ജാർസ് ഓഫ് ക്ലേ ആ. യു ഡോണ്ട് സേ വി ആർ വീക്ക്. യു ഷുഡ് നോട്ട് സേ വി ആർ ഫ്രജൈൽ, വി ആർ ലൂസിങ്. യു ഷുഡ് നോട്ട് സേ. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ വിശ്വാസികളാ. അവിശ്വാസി ഞങ്ങളെ നോക്കി പറയും വി ആർ ലൂസിങ്, ബട്ട് യു ഷുഡ് നോട്ട് സേ. കാരണം വിശ്വാസി ഈ ജാർസ് ഓഫ് ക്ലേയുടെ അകത്തുള്ള നിക്ഷേപം കാണുന്നവനായിരിക്കണം. ആർ യു ഏബിൾ ടു സീ സ്പിരിച്വാലിറ്റി ഇൻ ദ പീപ്പിൾ? ആ വെയിൽ കടന്ന് ഇന്ന് നമ്മൾ നോക്കുന്ന എല്ലാം മനുഷ്യരുടെ പുറമോടിയാ. താമസിക്കുന്ന വീട്, ഓടിക്കുന്ന വണ്ടി, ഇട്ടിരിക്കുന്ന വസ്ത്രം, കുഞ്ഞുങ്ങൾ, ആ സെറ്റപ്പ്, അതല്ലേ നമ്മുടെ ഭാഷ പറഞ്ഞ സെറ്റപ്പാ നോക്കുന്നത്. ആ സെറ്റപ്പിന് അപ്പുറമായി വേർ ഈസ് ദ ട്രഷർ? യേശു എന്തി പലരെയും ദൈവം മറച്ചു വെച്ചിരിക്കുക. കാരണം ഈ ജാർസ് ഓഫ് ക്ലേ ഗോൾഡ് ആക്കിയാൽ യു വിൽ ഗെറ്റ് ഓണർ. ജാർസ് ഓഫ് ക്ലേന് പകരം ഗോൾഡ് വെസലിനകത്താണ് നിക്ഷേപമെങ്കിൽ പീപ്പിൾ വിൽ ലുക്ക് ആൻഡ് സേ, വാവ്, സോ ഗ്ലിറ്ററിംഗ്, സോ അട്രാക്റ്റീവ്. പൗലോസ് പറയാ, ഡെലിബറേറ്റ്ലി ഗോഡ് ഹസ് ഡൺ ഇറ്റ്. വി ആർ ജാർസ് ഓഫ് ക്ലേ, നത്തിങ് അട്രാക്റ്റീവ്. എന്നിട്ട് 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത് നോക്കിയേ, 4-ാം അധ്യായം 8-ാം വാക്യം, ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ. നിങ്ങളുടെ ആരുടെയെങ്കിലും ടെസ്റ്റിമണി ആണോ ഇത്? ഐ വിഷ് നിങ്ങളിൽ ചിലരുടെ ടെസ്റ്റിമണി ആയത്. ഞങ്ങൾ സകല വിധത്തിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, കഷ്ടം അനുഭവിക്കുന്നവർ, എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. ഞങ്ങൾ ബുദ്ധിമുട്ടുന്നവർ,
ഞങ്ങളുടെ പുറത്തെ മനുഷ്യൻ, ഞങ്ങൾ ബുദ്ധിമുട്ടുന്നവർ, എങ്കിലും നിരാശപ്പെടുന്നില്ല. നിരാശപ്പെടാത്തതാണ് ദ പവർ ഓഫ് ഗോഡ് ഇൻ ഹിസ് ലൈഫ്. ഇടുങ്ങിയിരിക്കാത്തതാണ് പവർ ഓഫ് ഗോഡ് ഇൻ ഹിസ് ലൈഫ്. എന്നിട്ട് ഉപദ്രവം അനുഭവിക്കുന്നവർ, അതുണ്ട്, ദാറ്റ് ഈസ് പാർട്ട് ആൻഡ് പാർസൽ. പക്ഷെ കൊരിന്ത ആൾക്കാര് പൗലോസ് ഉപദ്രവിക്കപ്പെടുന്ന കണ്ടിട്ട് പറയുക, ഓ ഇവൻ തോറ്റവനാ, അയ്യോ ഇവൻ ഇടവും വലോ അടി കിട്ടുന്നവനാ. പൗലോസ്, യു ഷുഡ് നോട്ട് സേ ഞങ്ങൾ ഉപദ്രവിക്കപ്പെടുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. യു ക്യാൻ സീ ദ പവർ ഓഫ് ഗോഡ് ഇൻ us if you have spiritual eyes. നിങ്ങൾക്ക് ആത്മീക കണ്ണുണ്ടെങ്കിൽ, പൗലോസ് പറയാ, ഞാൻ ആശിക്കുന്നു നിങ്ങൾ ഞങ്ങളെ നോക്കി പരാജയമാണെന്ന് പറയരുത്, ഞങ്ങൾ തകർന്നു പോകുന്നവരെന്ന് നിങ്ങൾ പറയരുത്. നിങ്ങൾ വിശ്വാസത്തിലാണെങ്കിൽ ഞങ്ങളുടെ അകത്തുള്ള യേശുവിനെ നിങ്ങൾ കാണണം. ഞങ്ങൾ തകർന്നു പോകാത്തത് നിങ്ങൾ കാണണം. ഞങ്ങൾ അധൈര്യപ്പെട്ടു പോകാത്തത് നിങ്ങൾ കാണണം. യു മസ്റ്റ് സീ അവർ കോൺഫിഡൻസ് വിച്ച് വി ഹാവ് ഇൻ ദ ലോർഡ്. എന്നിട്ട് ആ 4-ാമത്തെ ഒന്ന് ശ്രദ്ധിക്കണം. 9-ാമത്തെ വാക്യത്തിൽ ചാപ്റ്റർ 4:9 പറയുന്നത്, വീണ് കിടക്കുന്നവരെങ്കിലും. ഇത് എവിടുന്നാന്ന് ചോദിച്ചാൽ, ഈ റെസ്ലിംഗ് മാച്ചിൽ കണ്ടിട്ടുണ്ടല്ലോ, ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇപ്പം അതല്ലേ ലോക്ക്ഡൌൺ ആയി റെസ്ലിംഗ് മാച്ച് കാണും. അപ്പൊ റെസ്ലിംഗ് മാച്ച്, ഒരാൾ താഴെ കിടക്കുക, വീഴുക, അപ്പൊ കൗണ്ട് ചെയ്യുക 1 2 3. പൗലോസ് പറയാ, ഞങ്ങള് വീണ് കിടക്കുന്നവരാ. വെൻ യു ലുക്ക് വിത്ത് യുവർ ഫിസിക്കൽ ഐസ്, വി ആർ നോക്ക് ഡൗൺ. ഞങ്ങൾ അടി കൊണ്ട് താഴെ കിടക്കുക. നിങ്ങൾ പറയാ, ഞങ്ങൾ തീർന്നു, ഞങ്ങൾ നശിച്ചു, ഞങ്ങൾ പോവാ, ഇനിയും പൗലോസ് അപ്പോസ്തലന്റെ ശുശ്രൂഷയൊന്നും വെളിപ്പെടുത്തില്ല, നിങ്ങൾ പറയുക. പക്ഷെ പൗലോസ് പറയാ, ഞങ്ങൾ വീണ് കിടക്കുന്നവരാ, എങ്കിലും നശിച്ചു പോകുന്നില്ല. ഇംഗ്ലീഷിൽ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ഇൻ സം ട്രാൻസ്ലേഷൻ. വി ആർ നോക്ക് ഡൗൺ ബട്ട് വി ആർ നോട്ട് നോക്ക് ഔട്ട്. എന്താണെന്നറിയാവോ? വി ആർ സ്റ്റിൽ ഇൻ ദ റിംഗ്. റെസ്ലിംഗ് മാച്ച് അറിയുന്നവർക്ക് അറിയാമല്ലോ. വി ആർ സ്റ്റിൽ ഇൻ ദ റിംഗ്. ഞങ്ങൾ വെളിയിൽ പോയിട്ടില്ല, ഞങ്ങൾ താഴെ കിടക്കുക. നിങ്ങൾ നോക്കുമ്പോ ഞങ്ങൾ തോറ്റു, ഞങ്ങൾ താഴെ കിടക്കുക, ഇടി കൊണ്ട് താഴെ കിടക്കുക. റഫറി കൗണ്ട് ചെയ്യ 1 2 3. പൗലോസ് പറയാം, വി ആർ നോക്ക് ഡൗൺ ബട്ട് വി ആർ നോട്ട് നോക്ക്ഡ് ഔട്ട്. ഞങ്ങൾ റിംഗിന്റെ വെളിയിലല്ല. വി വിൽ ഗെറ്റ് അപ്പ് അഗെയിൻ. ഹൗ ഡു വി ഗെറ്റ് അപ്പ്? ബൈ ദ പവർ ഓഫ് ഗോഡ് ഇൻ us. ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. പ്രിയ ദൈവമക്കളെ, അല്ലാതെ ഒരു മായാ ലോകത്തിൽ നമ്മൾ ജീവിക്കരുത്. ഞങ്ങൾ വിശ്വാസിയാ, ഇനി ഒന്നും തിന്മയായി ഭവിക്കത്തില്ല. റാദർ വി ഷുഡ് ബി ഹാവിംഗ് എ തിയോളജി ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു വേദശാസ്ത്രം എന്ന് പറഞ്ഞാൽ, വിശ്വാസിയാണെങ്കിൽ കണ്ണിൽ നോക്കിയല്ല വിധിക്കേണ്ടത്. വിശ്വാസിയാണെങ്കിൽ ശരിക്കും ശോധന ചെയ്യണം. ഞാൻ വിശ്വാസത്തിലാണോ? വിശ്വാസത്തിലാണെങ്കിൽ എന്റെ സാക്ഷ്യം വേറെ ആയിരിക്കണം, ഞാൻ ഇവാലുവേറ്റ് ചെയ്യുന്നത് വേറെ ആയിരിക്കണം. അതുകൊണ്ടാ പൗലോസ് ആഗ്രഹിക്കുന്നത് ഒന്നുകൂടെ ആ വാക്യം 13-ാം അധ്യായം 6-7 വാക്യം നിങ്ങളുടെ ഉള്ളിലേക്ക് അങ്ങ് കേറട്ടെ എന്ന് എന്റെ പ്രാർത്ഥനയാണ്. കാരണം യു മേ നോട്ട് ഹിയർ ദിസ് എവറി നൗ ആൻഡ് ദെൻ. പക്ഷെ ഈ 13-ന്റെ 5 മുതൽ 7 വരെ ദിസ് ഇസ് വെരി ക്രൂഷ്യൽ ഫോർ ആ ക്രിസ്ത്യൻ ലൈഫ്. ഒന്നുകൂടെ 6-ാമത്തെ വാക്യം നോക്കിയേ. ഞങ്ങൾ കൊള്ളരുതാത്തവർ അല്ല. ആ പൗലോസിന്റെ മനസ്സ് ഞാൻ ഓർക്കുന്ന, ഹി മസ്റ്റ് ബി റൈറ്റിംഗ് വിത്ത് ടീയേഴ്സ്. വിശ്വാസികളെ, ഞങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് നിങ്ങൾ അറിയും എന്ന് ഞാൻ ആശിക്കുന്നു. ഞങ്ങൾ കൊള്ളരുതാത്തവരല്ല എന്ന് ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് പറയാം 7-ാം വാക്യം, നിങ്ങൾ ഒരു ദോഷവും ചെയ്യാതിരിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എന്താ ദോഷം? എന്താ ഒരു വിശ്വാസി ചെയ്യാൻ ഒക്കുന്ന ദോഷം എന്നറിയാം? യു ലുക്ക് അറ്റ് എ പേഴ്സൺ ആൻഡ് ജഡ്ജ് ഹിം എക്സ്റ്റേണലി. അതാ നിങ്ങൾ ചെയ്യാൻ നോക്കുന്ന ദോഷം. How many times we have passed comments, അല്ലേ? ചിലരുടെ ജോലി പോയി, നമ്മൾ മാറിയെന്ന്, അയ്യോ കഷ്ടമായി പോയി, എല്ലാം കഴിഞ്ഞല്ലേ, ഒത്തിരി പ്രാർത്ഥിച്ച മറുപടിയില്ല. ഇതാണ് പ്രശ്നം, ഇതാ ദോഷം എന്ന് പറഞ്ഞാൽ. ഡോണ്ട് ഇവാലുവേറ്റ് ലൈക്ക് ദാറ്റ്. ദോഷം ചെയ്യാതിരിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കൊള്ളാകുന്നവരായി തോന്നേണ്ടതിനല്ല. പൗലോസ് പറയാ, നിങ്ങൾ ഞങ്ങളെ നോക്കി അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതിനൊന്നും അല്ല. ഉയ്യോ ദൈവത്തിന്റെ ശക്തിയാണ് ഇവരെ നിലനിർത്തിയത്, ഇതൊന്നും പറയാനല്ല. ഞങ്ങൾ കൊള്ളരുതാത്തവരെന്ന പോലെ ഇരുന്നാലും, ഞങ്ങൾ വീണ് കിടക്കുന്നവരാണെങ്കിലും, ഞങ്ങൾ ഉപദ്രവിക്കപ്പെടുന്നവരാണെങ്കിലും, വി ഡോണ്ട് കെയർ അബൌട്ട് ourselves. ഞങ്ങൾ അങ്ങനെ ആണെങ്കിലും, ഞങ്ങൾ കൊള്ളരുതാത്തവരെന്ന പോലെ ഇരുന്നാലും നിങ്ങൾ നന്മ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വിശ്വാസത്തിൽ വളരേണ്ടതിന് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പരിശോധന ചെയ്തിട്ട് നിങ്ങളെ തന്നെ നല്ലതാകേണ്ടതിന് വേണ്ടിയാ ഞാൻ ഈ പറയുന്നത്.
അല്ല ഞങ്ങൾക്ക് മാർക്കറ്റ് കൂട്ടാനല്ല. ഇവിടെ ഞങ്ങളുടെ ഫാമിലി, എന്റെ കുടുംബത്തിൽ നടന്ന ഒരു സാക്ഷ്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഡോണ്ട് വാണ്ട് ടു ലോഡ് യു വിത്ത് ലോട്ട് ഓഫ് തിങ്സ്. മല്ലപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്റെ ഫാദർ ശുശ്രൂഷിക്കാൻ വേണ്ടി കടന്നുപോയി. അത് 1997 അവിടെ ഒരു ചർച്ച് പയനർ ചെയ്യാൻ വേണ്ടി പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത് നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയെന്നുള്ളതാണ് വാസ്തവം. എന്തെന്ന് ചോദിച്ചാൽ എന്റെ മമ്മിയുടെ ഈ കഴുത്തിൽ ഒരു ഗ്രോത്ത് കാണും. അപ്പൊ അത് സ്ലോലി 97 ആയി, 98 ആയി, 99 ആയി, സ്ലോലി ആ ഗ്രോത്ത് വെളിയിലേക്ക് വരും. അപ്പൊ കാണുന്നവരെല്ലാം അപ്പോഴേ പറഞ്ഞു, നോ, ഇത് തുടക്കത്തിലെ ട്രീറ്റ് ചെയ്താൽ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ ഇഷ്യൂ. ഇപ്പോൾ ഔട്ട് ഓഫ് 10 ലേഡീസ് യു മേ സീ ഇൻ 6 or 7 ഇത് തൈറോയിഡിന്റെ ഇഷ്യൂ ആ. ഡോണ്ട് മേക്ക് ഇറ്റ് എ ബിഗ് ഫസ്, ജസ്റ്റ് ഗോ ഓപ്പറേറ്റ് ഇറ്റ്. പക്ഷെ എന്റെ മമ്മിക്ക് ഒരേ ഒരു തീരുമാനം. എന്താന്ന് ചോദിച്ചാൽ ഗോഡ് ഈസ് ആ ഹീലർ അല്ലേ? ആണ്. അപ്പൊ ഈ ദൈവത്തിന് എന്നെ സൗഖ്യമാക്കാൻ ഒക്കത്തില്ലേ വിത്തൗട്ട് മെഡിസിൻ? അപ്പോ എന്റെ ഫാദർ ആ സമയത്ത് അനേകടുത്ത് ശുശ്രൂഷിക്കാൻ പോകുന്നു. വി ഹാവ് സീൻ പീപ്പിൾ ഗെറ്റിംഗ് ഹീൽഡ്. പപ്പ കൺവെൻഷൻ യോഗത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, പീപ്പിൾ ഹാവ് ഗെറ്റിംഗ് ഹീൽഡ്. അനേകർ വന്ന് ടെസ്റ്റിമണി പറയുന്നു, പാസ്റ്ററെ we have come with this and it is not there, it's gone. പക്ഷെ എന്റെ മമ്മി അപ്പോഴും ഇരിക്കുക with thyroid. Then rest of it you won't believe. അതിന്റെ pictures I have not got it ready, otherwise I would have shared the screen and showed you. It has grown so much. 16 years, 17 years, it has grown so much. എന്ന് പറഞ്ഞാൽ ആര് എന്റെ മമ്മിയുടെ മുഖത്തോട് നോക്കിയാലും first they will see this. അതുപോലെ വലുതായത് മാത്രമല്ല, there came a point where she cannot breathe. രാത്രി 11 o'clock 12 o'clock ഞങ്ങൾ നോക്കുമ്പോ മമ്മി is like this, പില്ലോ ഉപയോഗിക്കാൻ ഒക്കത്തില്ല. she is sleeping like this. കാരണം ഒരു പൊസിഷനിൽ ഇങ്ങനെ കിടന്നാലേ she can breathe, otherwise breathless ആ. ഞാൻ എന്റെ മമ്മിയോട് പറഞ്ഞു, മമ്മി let's go for a surgery. മമ്മി വിശ്വസിച്ചു, യേശുവിൽ വിശ്വസിച്ചു. Maybe God wants you to experience healing through medicine. മെഡിസിൻ എന്ന് പറഞ്ഞത് ദൈവത്തിനോട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ശക്തിയല്ല. മെഡിസിൻ എടുത്താലും God has to heal. Ultimately God has to heal. ചില ഹോസ്പിറ്റലിൽ എഴുതി വെച്ചതുപോലെ we care, God has to cure, God has to heal. മെഡിസിൻ എന്ന് പറയുന്നത് it is not against God's healing power. അല്ല. ഇതെല്ലാം പറഞ്ഞു. മമ്മി is not convinced. മമ്മി പറഞ്ഞു, no, we'll pray. At last, to cut the long story short, at last we have decided, let's go for a surgery. അങ്ങനെ ചെയ്തു. thank you so much. Blessed Pastor, ആ പിക്ചർ ഇവിടെ ഷെയർ ചെയ്യുന്നു. I want you to see that. എല്ലാവരും അത് കാണണം. This is how my mom was. ഇത് കഴിഞ്ഞിട്ട് ഇതിനെക്കാട്ടിലും ഇറ്റ് ഹസ് ഗ്രോൺ ഈവൻ മോർ. കാരണം ചില മെഡിസിൻസ് ഡയബറ്റിക്സിന് വേണ്ടി എടുത്തപ്പോൾ ഇറ്റ് ഹസ് ഗ്രോൺ മോർ. അവസാനം വി ഹാവ് കൺവിൻസ്ഡ് മൈ മോം ടു ടേക്ക് ഹർ ഫോർ സർജറി. ബിലീവേഴ്സ് ഹോസ്പിറ്റൽ തിരുവല്ലയിൽ പോയി. അവിടുത്തെ ഡോക്ടർ എല്ലാം ഇവാലുവേറ്റ് ചെയ്തിട്ട് പറഞ്ഞു, യെസ്, ലെറ്റ്സ് ഫിക്സ് എ ഡേറ്റ് ഫോർ സർജറി. വാസ്തവം പറഞ്ഞാൽ എനിക്ക് സന്തോഷമായിരുന്നു. മനുഷ്യർ നോക്കിയപ്പോ എന്താണെന്നറിയാം, utter failure. You have trusted God all this while. അല്ലേ? 17 വർഷം യേശു ഇപ്പൊ സൗഖ്യമാക്കും. എന്നിട്ട് എന്തോ പറ്റി? അവസാനം ഇപ്പൊ ആശുപത്രിയിൽ പോയി. മനുഷ്യർ നോക്കിയപ്പോ ഇവിടെ കണ്ടതുപോലെ ഞങ്ങൾ തോറ്റു, ഞങ്ങളെ വിശ്വാസത്തിൽ തോറ്റു. അവസാനം ഹോസ്പിറ്റലിൽ പോയിരിക്കുക. പക്ഷേ I was happy. So I told you I was happy. As my mother's only son, I was very happy. My mom finally decided to go for surgery. പക്ഷെ പിന്നെ സംഭവിച്ചാണ്, it was very scary. From Believers Hospital we received a phone. We won't be able to perform the surgery. ഈ സർജറി ഇവിടെ ചെയ്യാൻ ഒക്കത്തില്ല. കാരണം our anesthesia department has reservations. അവര് പറയുന്നു, we won't be able to perform this, we won't be able to handle this here.
കാരണം ഇപ്പൊ മെഡിക്കൽ ടേംസ് അറിയാവുന്നവർക്കറിയാം, ഈ ട്രക്കിയ എന്ന് പറഞ്ഞ മെയിൻ വാൽവിനെ ദിസ് ലം ഹാസ് ലിറ്ററലി കണ്ടൻസ്, ഇവിടെ എല്ലാം ക്രാംഡ് ആയി. സോ ആ സർജറിയുടെ ഇടയ്ക്ക് എന്തെങ്കിലും എമർജൻസി നടക്കുമോ, വല്ല വെയിൻ കട്ടാവുമോ, ട്രക്കിയ തന്നെ അവർക്ക് ലൊക്കേറ്റ് ചെയ്യാൻ ഒക്കുന്നില്ല ബിക്കോസ് ഓഫ് ദ ഗ്രോത്ത് ഓഫ് ദിസ്. അവര് പറഞ്ഞു, വി ആർ സോറി, വി കാനോട്ട് ഡു ഇറ്റ് ഹിയർ. അവിടുത്തെ ഒരു വിശ്വാസിയായ ഡോക്ടർ ഈ ഗൈഡഡ് us ടു വെല്ലൂർ CMC-യിലേക്ക് പറഞ്ഞു, റെഫർ ചെയ്തു. വി വെന്റ് ഓൾ ദ വേ ടു വെല്ലൂർ CMC. യു ക്യാൻ ഇമാജിൻ സഭയിലുള്ളവരുടെ സംസാരം എന്തോ ആയിരിക്കും, യു ക്യാൻ ഇമാജിൻ. ഐ തിങ്ക് അയൽവക്കക്കാർക്ക് they were happy, our neighbors were happy because Jolly Mama will go get it done and come back. But most of the time we become a stumbling block for people who pray. അതാണ് ഇതിനകത്തെ കാര്യം. പൗലോസ് ആരുടെ മുമ്പിലാണെന്നറിയാമോ? അനേകർക്ക് വിശ്വാസികൾക്കാ പൗലോസ് ഒരു ദൈവഭക്തരാണോ? ദൈവഭക്തരാണെങ്കിൽ എങ്ങനെയാ വന്നത്? വിശ്വാസികൾക്ക് ഇത് തോന്നാൻ സാധ്യത. ഇതുപോലെ nobody has said anything, but I can only imagine people will be saying, അയ്യോ ഇത്രയും നാളും വിശ്വാസത്തിൽ പിടിച്ചു നിന്നിട്ട് ഇപ്പൊ എന്തോ ആയി. വെല്ലൂരിൽ പോയി, CMC വെല്ലൂരിൽ പോയി. അവിടുത്തെ ഡോക്ടറിന്റെ പേരൊന്നും പറഞ്ഞ് ഡോക്ടറിന് എല്ലാ ക്രെഡിറ്റും കൊടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഡോക്ടർ, മൈ ഡാഡ് വാസ് നോട്ട് ദെയർ. ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ജോ, I learned your teaching in a Bible college. I want you to know this. ഡോക്ടർ പറയാ എന്നോട്, I have performed thousands of surgeries with this hands. എന്റെ മാർജിൻ ഓഫ് എറർ 0.1 സംതിങ്. പക്ഷേ God has to help my hands. ഡോക്ടർ പറയാ, ദൈവം എന്റെ കരങ്ങളിൽ ആ ജനുവരി 1 പിടിച്ചില്ലെങ്കിൽ your mother will lose her voice. Jo, train yourself. നിന്റെ മനസ്സിനെ ഒരുക്കിക്കോണം ഇപ്പോഴേ. Your mother is going to come out and say, she will try saying, but there will not be sound. She may lose her vocal cord. Something will happen. Jo, you pray. God can do a miracle. എന്റെ കൈയുടെ കൂടെ ദൈവത്തിന്റെ കൈയ സർജറി ചെയ്താൽ there will not be any problem. ഞാൻ ആ കസാരയിൽ നിന്ന് എഴുന്നേറ്റ്, യു ക്യാൻ ഇമാജിൻ, ഞാൻ ഇരുന്ന്, കർത്താവേ, still a doctor is telling me God has to do it. God has to work through my hands. എന്നിട്ട് നടന്ന എന്താണെന്നറിയാം? എന്നിട്ട് നടന്നതാണ് എനിക്ക് അൾട്ടിമേറ്റ് ആയിട്ട് നിങ്ങളോട് പറയാനുള്ളത്. My mother was on that bed. Surgery was all set. Anesthesia ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർ വന്ന് anesthesia was given. രാവിലെ ഒരു 7:30 ആയപ്പോഴായത്. അവര് പറഞ്ഞ 2 hours സർജറി. 7 എന്നുള്ളത് 9 മണിയായി. We were eagerly waiting. മമ്മി will come out. എന്തോ പറ്റിക്കാണും, വോക്കൽ കോഡ് തകർന്നു കാണുമോ, ട്രക്യോസ്റ്റമി ചെയ്യേണ്ടി വരുമോ? വാട്ട് വുഡ് ഹാവ് ഹാപ്പൻ? 9 ആയി, 10 ആയി, 11 ആയി, 12 ആയി. 7 മണിക്ക് തുടങ്ങിയത് 12 മണിയായി. നോ ന്യൂസ്. അപ്പോ കൂടെ വന്ന വിശ്വാസികളും മറ്റുള്ള എല്ലാവരും പല സ്ഥലങ്ങളിലേക്ക് പോയി. ഐ വാസ് ദേർ. 12:45 ആയപ്പോ, ഇഫ് ഐ എം റൈറ്റ്, 12:45 ആയപ്പോ somebody came and said, അന്നമ്മ തോമസിന്റെ റിലേറ്റീവ്സ് ആരെങ്കിലും ഇവിടെ ഉണ്ടോ? I ran to the front with, you can imagine, എന്തു ആയിരിക്കും, what would be that news? So doctor himself is there. Doctor പറഞ്ഞു, your mom is perfectly all right. No vocal cord damage, no tracheostomy needed. She will be out in 1 day's time. You can take her home. Surgery is successful. She is okay. എന്നിട്ട് മമ്മി തിരിച്ചു വന്നു. മമ്മിയുടെ അടുക്ക ഞാൻ ഇരുന്ന് ചോദിച്ചു, മമ്മി, ഹൗ ഡു യു ഫീൽ നൗ? ബിക്കോസ് യു ആർ എ ലൂസർ. തോറ്റുപോയി. കാരണം യു ആർ ഗോയിങ് വിത്ത് ഹീലിംഗ്, ബട്ട് യു ആർ അൾട്ടിമേറ്റ്ലി എ ലൂസർ. എന്താന്ന് ചോദിച്ചാ, വിശ്വാസത്തിലായിരുന്നു, ദണ്ട് താഴെ കിടക്കുന്ന പോലെ ആയിപ്പോയില്ലേ ഇപ്പൊ. യു ആർ നോക്ക് ഡൗൺ നൗ. യു ആർ ഡിഫീറ്റഡ് നൗ. മമ്മി, ഹൗ ഡു യു ഫീൽ? ഞായറാഴ്ച ടെസ്റ്റ് മണി പറയാം മമ്മിക്ക് ഒക്കുമോ? ഹൗ ഡു യു ഫീൽ? മമ്മി എന്നോട് പറഞ്ഞ എന്താണെന്നറിയാം? എന്റെ ജീവിതത്തിൽ സംതിങ് ഹാഡ് ഹാപ്പൻഡ്. ആ കട്ടിലേക്ക് കിടന്നപ്പോ, when anesthesia was given to me, I can clearly hear a voice. എന്താണെന്നറിയാം? There was a voice in my ears.
I want to purify you through this. എനിക്ക് നിന്നെ കുറച്ചുകൂടെ വിശുദ്ധയാക്കണം. Then my mother told me this. എടാ മോനെ, എന്റെ മനസ്സിൽ ഒരു ഭയങ്കര നിഗളം ഉണ്ടായിരുന്നു. That I don't go to hospital. ഞാൻ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുക. I had a spiritual pride. മറ്റുള്ളവർ ഹോസ്പിറ്റലിൽ പോകുമ്പോ എന്റെ മമ്മി പറയാ, several people have asked for prayer. മറ്റുള്ളവർ ഹോസ്പിറ്റലിൽ പോകുമ്പോ ഒരല്പം ഒരവജ്ഞയോടെ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചാ പോരെ, എന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നേ? That was there in me. I could hear that voice. You cannot go with spiritual pride to eternity. നിത്യതയിലേക്ക് ആത്മീക നിഗളം കൊണ്ട് പോകാൻ ഒക്കത്തില്ല. I want to cleanse you even from that spiritual pride. I was so happy. എനിക്ക് പറഞ്ഞറിയിക്കാൻ ഒക്കത്തില്ല. One of the moments that I delight in my life, that my mom is able to see God's hand through that hospital experience. മനുഷ്യർ നോക്കിയപ്പോ എന്തോ സംഭവിച്ചു? തോറ്റു. മനുഷ്യർ നോക്കിയപ്പോ എന്തോ സംഭവിച്ചു? പിടിവിട്ടു. വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുമായിരുന്നു, വിട്ടു. ബട്ട് അൾട്ടിമേറ്റ്ലി വാട്ട് ഡിഡ് ഗോഡ് അക്കംപ്ലിഷ്? എന്താണെന്നറിയാം? ഈ ശക്തി നിങ്ങളുടേതെന്ന് വരാതിരിപ്പാൻ, എന്ന് പൗലോസ് പറഞ്ഞ പോലെ, നിഗളം നിന്നിൽ വരാതിരിപ്പാൻ. അനേകരോട് പ്രാർത്ഥിക്കുമ്പോൾ രോഗസൗഖ്യമാകും. നിന്റേതല്ല എന്ന് വരാതിരിപ്പാൻ ചിലപ്പോ ചിലരുടെ ജീവിതത്തിൽ ഇങ്ങനെ വിട്ടേക്കാം. Maybe I am echoing some of your stories today. നിങ്ങളുടെ ചിലരുടെ സ്റ്റോറി ആയിരിക്കാം ഞാൻ എക്കോ ചെയ്യുന്നത്. When you prayed, things happened, but in your life it did not happen. You know why? This is God's wisdom. ദൈവത്തിന്റെ ഉയരമേറിയ ജ്ഞാനമാണിത്. To keep you like that. എന്തിനാന്ന് ചോദിച്ചാൽ, to keep you humble. താഴ്മയുള്ളവരായി നിർത്താൻ. Maybe if you would have got a promotion right away, you would have had no time for God. ദൈവത്തിന് ഒരു സമയവും ഇല്ല. You would go around and share testimony. ദൈവം എനിക്ക് അത് തന്നു, ദൈവം എനിക്ക് ഇത് തന്നു. God deliberately did it to keep you in a low profile so that you will trust him. അനേകർ നോക്കുമ്പോൾ you are a loser. People who are junior to you have climbed up the ladder. നിങ്ങളെക്കാട്ടി താമസിച്ച് ജോയിൻ ചെയ്തവർ, they are doing well, but you are still down. Why? This is God's beauty. God's beauty may not be beauty in our eyes, but with spiritual eyes. ആത്മീയ കണ്ണുകൊണ്ട് നോക്കുമ്പോ പൗലോസ് പറഞ്ഞ പോലെ, നിങ്ങൾ എന്നെ കൊള്ളരുതാത്തവൻ ആയി ചിന്തിക്കരുത്. ഞാൻ ആശിക്കുന്നു ഐ എം നോട്ട് എ ലൂസർ എന്ന് നിങ്ങൾ കാണുമെന്ന്. വിശ്വാസികളുടെ കാഴ്ചപ്പാട് വേറെ ആകണം. ഈ വെള്ളിയാഴ്ച ദിവസം ആസ് എ ഫാമിലി, ഈവൻ ആഫ്റ്റർ ദി സർവീസ്, സിറ്റ് ടുഗദർ. കർത്താവെ, വിശ്വാസത്തിൽ എന്നെ നിലനിർത്തണമേ. എന്റെ മെഷറിംഗ്, ഇവാലുവേഷൻ റോഡ് ലോകത്തിലെ ആകരുതേ. ആത്മീക വീക്ഷണം എനിക്ക് തരണമേ. ആത്മീക അളവുകോൽ എനിക്ക് തരണമേ. ഞാൻ വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല എന്നുള്ള ആ വലിയ വെളിപ്പാട്, എന്നെ സസ്റ്റെയിൻ ചെയ്യുന്ന പവറിനെ ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാനായി കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധൈര്യപ്പെടുത്തട്ടെ. യഥാർത്ഥ ശിഷ്യത്വത്തിലേക്ക് കടന്നു വരുവാൻ നിങ്ങളെ സഹായിക്കട്ടെ. ബ്ലെസ്സൻ പാസ്റ്ററോടുള്ള നന്ദി ഒരു പ്രാവശ്യം കൂടെ ഞാൻ അറിയിക്കുന്നു. എന്നെയും കുടുംബമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.